I see myself as very glorious, beautiful person. Yes. And day by day ഞാൻ എന്നെ തന്നെ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ തന്നെ പറയും എൻ്റെ അച്ഛൻ ഒരു കൊച്ചിൻ്റെ അമ്മയാന്ന് പോലും തോന്നത്തില്ല. ഇങ്ങനെ സൗന്ദര്യമൊക്കെ ഇത് എവിടെ കൊണ്ട് വണ്ണം. അതെ, നല്ല ഭക്ഷണവും നല്ല ഫുഡും ഒക്കെ കഴിച്ചൊക്കെ ഇരിക്കുന്നവരൊക്കെ ഇച്ചിരി വണ്ണമൊക്കെ കാണും. പറയാതിരിക്കാൻ വയ്യ, പച്ചയ്ക്ക് തന്നെ പറഞ്ഞു. There are hierarchies in influencer. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് ബ്ലാ 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 ഈ സംഭവമാണ്. എത്ര മണിയാകുമ്പോൾ ഞാൻ ഇവിടെ എത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സോറി മാമിൻ്റെ സൈസുള്ള ഡ്രസ്സുകൾ നമുക്കില്ല, വി പ്രിഫർ സംബഡി എ ലിറ്റിൽ മോർ. മാന്യമായ ഭാഷയിലല്ല അവർ പറഞ്ഞത്. ദേ ആർ വെരി ഫേമസ്, ഗ്ലാമറസ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ സംസാരത്തിൽ അവർ ഗ്ലാമർ വരണ്ടേ. അവരുടെ സംസാരം ഭയങ്കര തറയായിരുന്നു. മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ട് അലച്ചു പറ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, ഒരു ഉന്തവും കിട്ടാൻ പോകുന്നില്ല. യു വിൽ സ്ക്രീം. അന്നേരം ചിലപ്പോൾ ഒരു എനർജി ഉണ്ടായിരിക്കുമായിരിക്കും. അടുത്ത നിമിഷം ആരെങ്കിലും നിങ്ങളെ കയറി എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ താഴും. നമുക്കറിയാമല്ലോ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന സാധനം. ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ഗ്ലാമർ, ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് മണി, ഇറ്റ്സ് അബൌട്ട് കോമ്പാറ്റബിലിറ്റി. കോമ്പാറ്റബിലിറ്റി വന്നു കഴിയുമ്പോഴല്ലോ ബാക്കി എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ വരും. കാറും ബംഗ്ലാവും കൊച്ചും തലമുറയും എല്ലാം കൂട്ടത്തിലിങ്ങി വന്നു. എന്താ കല്യാണം കഴിഞ്ഞില്ലേ, കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗ്രീഷ്മ തിരിഞ്ഞിട്ട് ചത്തില്ലേ. മിൽക്ക് ഷേമിങ് എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞല്ലോ, ഒരു മൈൻഡ് സെറ്റ് ആണ് ആളുകളുടെ. അവർ വിചാരിക്കുന്നത് പ്രസവിച്ചോ എങ്കിൽ പാലുണ്ടായിരിക്കണമെന്നാ, ഇല്ലെങ്കിലുണ്ടല്ലോ ഇത് ഏതാണ്ട് ദൈവശാപോ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പൊ ഈ ബോഡി ഷേമിങ് വന്നതോടുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മളൊരു കോമഡി അടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും. നേരെ എന്തിന് കെട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ 60 പെണ്ണിന് 40 ആണേ ഉള്ളൂ. ഈ എവിടെ പോയി ഉണ്ടാകും ഈ ആമ്പിള്ളാരെല്ലാം കൂടെ. ഇത് കൊള്ളാമല്ലോ. 40 ആമ്പിള്ളാരിൽ നല്ലൊരു ശതമാനം ആളുകൾ വെള്ളം അടിച്ച് നടക്കുക. ചില കോമ്പാക്റ്റബിലിറ്റി ഇല്ലാത്ത ഭയങ്കര രസമൊക്കെ കാണാൻ. വെഡിങ് ഒക്കെ കാണാം, നിങ്ങൾ ചെയ്യുന്ന ആളല്ലോ, കോടികൾ മുടക്കും. ഭയങ്കര കിടിലൻ ഗൗണാണ്, പയ്യന് നെറ്റിയിൽ കിസ് ചെയ്യുന്നു. പക്ഷേ ദ ഗായ് ഡസ് നോട്ട് വാണ്ട് ദ ഗേൾ ടു വർക്ക്. അത്രയും കോടികളെ വെള്ളത്തിൽ വരച്ച വരയാണ് മോനെ അത്. ഒന്നുമില്ലത്. ദ ഹസ്ബൻഡ് ആൻഡ് ദ ഹസ്ബൻഡ്സ് ഫാമിലി സെഡ്, വീട്ടിലിരുന്ന് വീട്ടമ്മ ആവാനല്ല നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചുകൊണ്ടത്, ഇറങ്ങി ബിസിനസ് ചെയ്യും. എന്ന പവറാണ്. അതാണ് മോനെ, അതാണ് ഫാമിലി. ദാറ്റ് ഇസ് കോൾഡ് ഫാമിലി. കേൾക്കുമ്പോ നമുക്ക് ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടാണോ മനസ്സിലാവാഞ്ഞിട്ടാണോ? There is a word called a girls dinner എന്ന് പറഞ്ഞിട്ട്. ഗേൾസ് ഡിന്നർ ഒരു വല്ലാത്ത സ്റ്റേജാണ്. അത് പറഞ്ഞാൽ എനിക്ക് അറിയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മെസ്സേജ് അയക്കുകയാണ്. ഉടനെ അപ്പുറത്തുനിന്ന് കെ 42 പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അത് ഏറ്റവും രസകരമായ രീതിയിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് നമ്മളെ പഠിപ്പിച്ച ഒരാളാണ് സൂസമ്മ ടോക്സ്, അതിലെ സൂസൻ. അപ്പോൾ ഈ എപ്പിസോഡ് മുഴുവനായും കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു ഭാഗങ്ങൾ റീൽസായും ഷോർട്സായും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. ഈ ഫുൾ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ്, കംപ്ലീറ്റ് ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. സൂസമ്മ എന്ന് പറയുമ്പോൾ, സൂസമ്മ ടോക്സ് എന്ന് വെച്ചിട്ട് ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകൾ, പുതിയ വാക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ ഞെട്ടിപ്പിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. ഈ 3-4 വർഷമായിട്ടുണ്ടാവില്ല, അതിനകത്ത് 3 വർഷമായി നമ്മൾ അങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ചേച്ചിയുടെ 15ാമത്തെ വയസ്സ് മുതലാണ് ടീച്ചിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലാംഗ്വേജോ അല്ലെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ചെറിയ പ്രായത്തിൽ അതിൻ്റെ ഒരു ധൈര്യം എന്തായിരുന്നു? എല്ലാം കഴിക്കാൻ കുടിക്കാൻ വേണ്ടേ, കാശ് വേണം, അതാണ് മെയിൻ ധൈര്യം. പൈസ വേണമായിരുന്നു, ദാറ്റ് വാസ് ദ മെയിൻ ധൈര്യം എന്ന് പറയുന്നത്. ഡാഡിക്ക് ജോലിയില്ലായിരുന്നു, ഞങ്ങളുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ ഗൾഫിൽ നിന്ന് വന്നു. പൊതുവെ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് വരുന്നവരെല്ലാം നാട്ടുകാർ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, പൂത്ത കാശാണ് കയ്യിൽ, എല്ലാം അടുക്കി വെച്ചിട്ട് പിശുക്ക് കാണിക്കുക എന്ന് വിചാരിക്കും. ഒന്നുമില്ലായിരുന്നു, ഒരു 10 പൈസ ഇല്ലാതാണ് നാട്ടിൽ നിന്ന് വരുന്നത്. ഗൾഫിൽ നിന്ന് ഇങ്ങനെ നാട്ടിൽ പോരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും സ്കൂളിൽ ഓട്ടോയിൽ പോകുമ്പം ഓട്ടോക്കാരൻ പൈസ ചോദിക്കുമ്പോൾ കൊടുക്കാനില്ലാതെ വരുന്ന അവസ്ഥയും, പിന്നെ ബുക്സ് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ വരുന്ന അവസ്ഥയും, ഡ്രസ്സ് വാങ്ങിക്കാൻ അവസ്ഥ, വല്ലാത്തൊരു അവസ്ഥയും. ബിക്കോസ് നമ്മൾ ഹൈ എൻഡ് ജീവിച്ചിട്ട് പിന്നെ ആ ലോ എൻഡിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് ആ അവസ്ഥയിലൂടെ പോകുന്നവർക്ക് മാത്രമേ
ഒരു ജേക്കബിൻ്റെ സ്വർഗരാജ്യം ലൈഫായിരുന്നത്. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യണം, എന്താ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അറിയാം. ഞാൻ ഗൾഫിൽ പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കവിതയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും കഥയൊക്കെ പറഞ്ഞു കൊടുക്കാനും എനിക്ക് നന്നായിട്ട് കഥ പറഞ്ഞ്, ഇപ്പം ഇംഗ്ലീഷ് അറിയാത്തവർക്ക് മലയാളത്തിൽ അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെ പഠിപ്പിക്കാനൊരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. നേരെ ഒരു ട്യൂഷൻ സെൻറ്ററിലോട്ട് കയറി ചെന്നിട്ട് ഞാൻ പറഞ്ഞു, സർ ട്യൂട്ടോറിയൽ കോളേജാണ്, എന്നെക്കാട്ടും നല്ല പ്രായമുള്ളവരാണ്, ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് യൂണിഫോമിലാണ് ഞാൻ വന്നിരിക്കുന്നേ, തനിക്ക് എന്നെ കണ്ടടാ ഈ പ്രായം, 15 വയസ്സേ ഉള്ളൂ. 15 വയസ്സുള്ള ഞാൻ 22 വയസ്സുള്ള ഈ തോറ്റ് കിടക്കുന്ന നിങ്ങളെയൊക്കെ പഠിപ്പിക്കാനാണോ വരുന്നത് എന്ന് ചോദിച്ചു. സർ ഒരു ട്രയൽ, സർ ഒരു കാര്യം ചെയ്യും, നാളെ വാ, പക്ഷേ ഈ യൂണിഫോമിൽ വരരുത്, വേറെ ഡ്രസ്സോ സാരിയോ എല്ലാം ഉടുത്തിട്ട് വന്നിട്ട് ഒരു ക്ലാസ് എടുത്ത് കാണിക്കുക നോക്കട്ടെ എന്ന് പറഞ്ഞു. ക്ലാസ് ഒക്കെ എടുത്ത് നമ്മുടെ ഡാഫോഡിൽസ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞങ്ങളവിടെ ഡാഫോഡിൽസ് 2nd സ്റ്റാൻഡേർഡിലേ പഠിച്ചു കഴിഞ്ഞു. ഇവർക്കവിടെ 10th പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ വില്യം വേർഡ്സ്വർത്തിൻ്റെ. അത് പഠിപ്പിച്ചെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടത്തിലിരിക്കുന്ന ഒരു പയ്യൻ പറയും, എൻ്റെ പൊന്നു സാറേ, ഈ ടീച്ചറിനെ ജോലിക്ക് എടുക്കുവാണെങ്കിൽ ഈ വർഷം ഞാൻ ജയിക്കും. ഞാനൊരു 5-6 വർഷമായിട്ട് ഇവിടെ ഇരിക്കുക, ഇതുവരെയായിട്ട് ഇവിടുന്ന് പാസ്സായി പോയില്ല. അങ്ങനെയാണ് സാർ എനിക്ക് ജോലി തരുന്നത്. അന്ന് 250 രൂപയായിരുന്നു എൻ്റെ ശമ്പളം, മാസശമ്പളം. പിന്നെ മാസശമ്പളം 250 രൂപയൊക്കെ കിട്ടുന്ന ദിവസം ഞാൻ പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ പോകുന്നൊരു പോക്കുണ്ട്. പക്ഷെ അന്ന് അത്രയും വില കുറവായിരുന്നു. എന്നാൽ തൃപ്തി ബേക്കറിയിൽ ഒരു പപ്സിൻ്റെ വില എന്ന് പറയുന്നത് 2.5 രൂപയാണ്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ 500 പിന്നെ അത് 1000 പിന്നെ അത് 3000 3000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിലേക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ടീച്ചറാണ്. അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം. ദാറ്റ് വാസ് മൈ ബിഗിനിങ്. പിന്നെ സ്ഥലങ്ങൾ തേടി പോയി കൂടുതൽ ശമ്പളങ്ങൾ തേടിപ്പോയി സ്ഥലങ്ങൾ മാറി. അങ്ങനെയാണ് 15ാമത്തെ വയസ്സിൽ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലോട്ട് കയറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് എന്നെ കാണുമ്പോൾ ഭയങ്കര വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. ഒരു നാണം കുടുങ്ങി നിൽക്കുന്ന ഒരു വളരെ പതുങ്ങിയ സ്വരത്തിൽ സംസാരിക്കുന്ന, വഴക്ക് പറയുന്ന, വടി കൊണ്ട് പിള്ളേരെയൊക്കെ അടിക്കുന്ന ഒരു സാധാരണ ടീച്ചർ. പിന്നെ അവിടുന്ന് അനുഭവങ്ങൾ കൂടുന്തോറും നമ്മുടെ സ്റ്റൈല് മാറി, നമ്മുടെ അനുഭവങ്ങൾ മാറി, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി, ആളുകളോടുള്ള ഇടപെടൽ, പഠിപ്പിക്കേണ്ട രീതികൾ, മെത്തേഡുകൾ മാറ്റി, എല്ലാ മാറ്റങ്ങളും മാറിയാണ് ഒരു 15-20 ഇയേഴ്സും കൊണ്ട് മാറിയത്. ഇപ്പം കാണുന്ന ഞാനും അന്ന് കാണുന്ന ഞാനും തമ്മിൽ ആകാശം ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ചേച്ചി ഇപ്പം ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഐ നോ യു ആസ് എ എഡ്യൂക്കേറ്റർ, ലൈക്ക് യു യൂസ് ടു ടീച്ച്. ചേച്ചി ഓർമ്മ ടെൽ എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു ജേർണി പറഞ്ഞു. ഇപ്പം ഇവിടെ നിൽക്കുമ്പം യു ആർ നോൺ ആസ് എൻ ഇൻഫ്ലുവൻസർ, അറ്റ് ദ സെയിം ടൈം യു ആർ ആൻ ഓൾസോ എഡ്യൂക്കേറ്റർ. ലൈക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് നിൽക്കുമ്പം ലൈക്ക് ആസ് എൻ ഇൻഫ്ലുവൻസർ എന്തൊക്കെയാണ് ചേച്ചി എക്സ്പെക്ട് ചെയ്യുന്നതും എന്തൊക്കെയാണ് ചേച്ചി ഗോ ത്രൂ ചെയ്യുന്നതും? എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ഫിലിമിൽ അഭിനയിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഐ വോണ്ട് ഒറ്റ ലക്ഷ്യം, എനിക്ക് ഫിലിമിൽ അഭിനയിക്കണം, എനിക്ക് ഫേമസ് ആവണം. ഒറ്റ പടം കൊണ്ട് തന്നെ ഞാൻ എന്താ പറയുന്നത്, DC കാരെക്കാട്ടിലുമേ വലിയ സംഭവമായി മാറണമെന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അത്ര മാത്രം ആഗ്രഹം എൻ്റെ അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ ഓൾവേസ് സീൻ മൈസെൽഫ് ആസ് സംബഡി, ആൻ ഇൻഫ്ലുവൻസർ. ഒരു സ്റ്റേജ് പ്ലാറ്റ്ഫോം, ഒരു ബിസ് ലൈഫിലൊക്കെ ഇങ്ങനെ ഒരു ഷോ ബിസിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നെ തന്നെ കണ്ടിട്ടുള്ളൂ. അതിനകത്തേക്ക് എത്താൻ വേണ്ടിയുള്ളൊരു മാർഗം, എനിക്കൊരു കഴിവുണ്ടായിരുന്നു. ദാറ്റ് ഐ വാസ് ഏബിൾ ടു ടീച്ച്. എനിക്ക് മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ദാറ്റ്സ് എ സ്കിൽ. അത് വൺ ഓഫ് മൈ സ്കിൽസ് മാത്രമായിരുന്നു. അതിനെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പം ഐ ഡോണ്ട് സീ മൈസെൽഫ് ആസ് എൻ എഡ്യൂക്കേറ്റർ, ബിക്കോസ് എഡ്യൂക്കേറ്ററിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു പരിധിക്കപ്പുറം വരെ പോകാൻ പറ്റത്തില്ല. ആൻഡ് അതിൽ നിന്ന് എനിക്ക് പുറത്ത് വരണം. സോ ഐ ക്യാൻ സേ ദറ്റ് ഐ എം എൻ ഇൻഫ്ലുവൻസർ അറ്റ് ദ മൊമെൻറ്റ്. ഞാനൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസറാണ് ഹൂ ക്യാൻ ഓൾസോ എഡ്യൂക്കേറ്റ് പീപ്പിൾ. മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരാൻ പറ്റുന്ന, നെഗറ്റിവിറ്റിയിലൂടെ അല്ലാതെ തന്നെ ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ഇൻഫ്ലുവൻസർ. പക്ഷെ ഭാവിയിൽ ഐ വുഡ് ഓൾസോ ലൈക്ക് ടു ബി നോൺ ആസ് എ ബിസിനസ് വുമൺ. അതും എനിക്ക് ഇപ്പോഴത്തെ നിലവിൽ നമ്മുടെ ബിസിനസ് വേൾഡിലെ ബിസിനസ് മാഗ്നറ്റ്സ് ആയിട്ടുള്ളവരെ തട്ടിത്തെറിപ്പിച്ചിട്ട് ടോപ്പ് ലെവലിൽ നിൽക്കാൻ ആഗ്രഹമുള്ള ഒരു ബിസിനസ് വുമൺ ആയിട്ട്. സോ എനിക്ക് തോന്നുന്നു കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് യുവർ പേഴ്സണാലിറ്റി, യുവർ ഐഡിയ ഓഫ് പേഴ്സണാലിറ്റി ഓൾസോ ചേഞ്ചസ്. പണ്ട് ഐ വോണ്ടഡ് ടു ബിക്കം ആൻ എഡ്യൂക്കേറ്റർ. കുറേ നാൾ ആ ഫീൽഡിൽ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനപ്പുറം പോകാൻ പറ്റില്ല എന്നുള്ളത്. സോ ഐ ഹാഡ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദാറ്റ് ആൻഡ് ഐ ബിക്കേം എൻ ഇൻഫ്ലുവൻസർ. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻഫ്ലുവൻസർ ക്യാൻ ബേക്ക് ഭയങ്കര ഓളം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ ഇൻഫ്ലുവൻസറിനും ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ. സോ ദെൻ നെക്സ്റ്റ് ഇസ് വാട്ട് ബിസിനസ് എന്ന് പറയുമ്പോൾ യു ആർ ആക്ച്വലി ടേക്കിംഗ് ഓവർ എ വേൾഡ്. അവിടെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നത് പ്രോബബ്ലി യു നെവർ നോ. കൺട്രീസിനെ തമ്മിൽ യോജിപ്പിക്കാൻ വരെ നമുക്ക് പറ്റാനും മാത്രം കൺട്രീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു മേഖലയിലോട്ട് നമുക്ക് കയറാൻ പറ്റും. ആ മേഖലയിൽ എത്തിക്കഴിയുമ്പം
അടുത്ത വേറെ എന്തെങ്കിലും ഒരു മേഖലയിലോട്ട് കയറണമെന്നായിരിക്കും ആഗ്രഹം. ബട്ട് ഐ ഹവ് ഓൾവേസ് ബിൻ, ഈ എല്ലാ മേഖലയുടെ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഇതിനകത്തെല്ലാം ഈ 3 കോൺസെപ്റ്റും ഉണ്ട്. എവറി ടീച്ചർ സം ഓർ ദി അതർ വേ വിൽ ബി ഡൂയിങ് എ ബിസിനസ് ബിക്കോസ് അവർ ദേ ആർ ഡൂയിങ് ഇറ്റ് ഫോർ മണി. ഡെഫിനറ്റ്ലി അതാണ്. എവറി ഇൻഫ്ലുവൻസർ ഇസ് സം ഓർ ദി അതർ വേ വീഡിയോസിലൂടെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ആൻഡ് ദേ ആർ ഓൾസോ ഗ്രോയിങ്. പിന്നെ ഓരോ ലെവൽ മാറുന്നതിനനുസരിച്ച് നമ്മൾ ആ ലെവല് ചൂട് വെച്ച് മേളോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഇൻഫ്ലുവൻസർ സ്റ്റെപ്പിംഗ് ഇൻ ടു എ ബിസിനസ് വുമൺ, നേരത്തെ എഡ്യൂക്കേറ്റർ ആയിരുന്നു. അപ്പോൾ ഈ ഇൻഫ്ലുവൻസർ പറഞ്ഞപ്പം അതിനകത്ത് ഇപ്പം ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്താ ഒരു മേജറായിട്ടുള്ളൊരു കടമ്പ എന്തായിരിക്കും കടക്കാനുള്ളത്? പറയാതിരിക്കാൻ വയ്യ, പച്ചയ്ക്ക് തന്നെ പറഞ്ഞു. ദർ ആർ ഹൈറാർക്കീസ് ഇൻ ഇൻഫ്ലുവൻസർ. ദർ ആർ സർട്ടൻ ഇൻഫ്ലുവൻസേഴ്സ് വി ഒൺലി സീ, ആ ഒരു പരിധിക്ക് അപ്പുറം വരെ പോകത്തില്ല അവർ. ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് ബ്ലാ ബ്ലാ ബ്ലാ, ഈ സംഭവമാണ്. അവർ ഈ ക്യാമറയും കൊണ്ട് അലക്കുലത്ത് സാധനങ്ങളെല്ലാം വീഡിയോയിൽ കൊണ്ട് കാണിക്കുന്ന എവറി ട്രിഗറിങ് പ്രോബ്ലംസ്. നമ്മൾ പറയത്തില്ല എവിടെ പ്രശ്നമുണ്ടോ അവൻ അവിടെ ഉണ്ട് എന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ദെൻ ദർ ആർ ഹൈറാർക്കിയിൽ ദർ ആർ ദീസ് ഭയങ്കര എന്താ പറയുക സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്, വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ ഫിലിംസിൽ തന്നെ പറയത്തില്ല ഞങ്ങൾ വളരെ ഫിലിംസിൽ സെലക്റ്റഡ് ആയിട്ടുള്ള പൊട്ടാത്ത പടങ്ങൾ മാത്രമേ എടുത്ത് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് പോലെ സ്ക്രിപ്റ്റ് നോക്കി അഭിനയിക്കുന്നവർ. അതുപോലത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഹു ലുക്ക് ഇൻ ടു പോസിറ്റിവിറ്റി, ഹു ലുക്ക് ഇൻ ടു ഗുഡ് പാർട്ട് ഓഫ് എവറിത്തിങ്. ആൻഡ് അവർ ഭയങ്കര എന്താണ് പറയുന്നത് വിശ്വസ്തത കീപ്പ് ചെയ്യും, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ കൂടുതലും ഈ ആദ്യത്തെ പറഞ്ഞ ആളുകളാണല്ലോ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആളുകളെ, ഈ സെൽഫി മോഡിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നവരെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവരെ പോലെയാണ് എല്ലാവരും എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് ദ ട്രീറ്റ്മെന്റ് ദാറ്റ് വി റിസീവ് quite the same. പുച്ഛമാണ്. അവിടെയാണ് നിങ്ങൾ മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യൻ, എഡ്യൂക്കേറ്റർ ആണോ എന്നുള്ള സാധനം ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നത്. സോ യു ആർ നോട്ട് ജസ്റ്റ് എൻ ഇൻഫ്ലുവൻസർ, പക്ഷേ യു ആർ എൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ ആണ്. നമ്മൾ വേറൊരു പ്ലേസിലോട്ട് വെക്കുകയാണ്. അതങ്ങനെ ചുമ്മാ ഒന്നും അല്ല, അലക്കുലത്ത് കാണാമല്ല, ചില വിവരമൊക്കെ ഉള്ള ആളാണ്, അങ്ങനെയാണെന്നുള്ള ആ ലെവലിലോട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്. അത് നമ്മൾ പറഞ്ഞാൽ പൊതുവെ പബ്ലിക്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഭയങ്കര ഹേർട്ടാവും. പക്ഷെ അത് ഉള്ളൊരു സത്യമാണ്, അതായത് പറയാൻ ആരും ആഗ്രഹിക്കാത്ത ഒരു സത്യമാണ്. ദാറ്റ് ഇസ് ദെയർ. ഹൗ വി ആർ ട്രീറ്റഡ് പ്രോഗ്രാംസിനൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ കണ്ണോട് നമ്മൾ കാണും. ഇൻഫ്ലുവൻസേഴ്സിൽ തന്നെ ഓരോ ആളുകളോട് ട്രീറ്റ് ചെയ്യുന്ന രീതികൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആൻഡ് ചില സമയത്ത് ഭയങ്കര വേദനകരമാണ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല അറ്റ് ദ മൊമെന്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ there is this concept called flower vase. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇത്. പൂച്ചട്ടി പൂച്ചട്ടി എന്ന് പറയുന്ന സാധനം നമ്മൾ പൊതുവെ ടേബിളിന്റെ നടുക്കാണ് വെക്കുന്നത്, ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ടേബിൾ മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ആ ടേബിൾ മൊത്തം നമുക്ക് ചിപ്സും അതുപോലെ വെള്ളമൊക്കെ കൊണ്ടുവെക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പൂച്ചട്ടി എടുത്ത് അങ്ങോട്ട് മാറ്റും. ആ പൂച്ചട്ടിയാണ് പലപ്പോഴും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദാറ്റ്സ് കോൾഡ് ഫ്ലവർ വാസ്. അതുകൊണ്ട് നമ്മൾ ഫോൺ വിളിച്ച് പ്രോഗ്രാമിന് വരുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കും. മാഡം ആ പ്രോഗ്രാമിന് വരണം കേട്ടോ, മാഡമിനെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, മാഡത്തിൻ്റെ എല്ലാ വീഡിയോസും ഞങ്ങൾ കാണാറുള്ളതാണ്. അപ്പം ഞാൻ പറയും എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, ബിക്കോസ് എനിക്കൊരു ബിസിനസ് ഉണ്ട്, കുഞ്ഞുണ്ട്, പല കാര്യങ്ങളുണ്ട്, ഐ കനോട്ട് കം. അയ്യോ മാഡം അങ്ങനെ പറയരുത്, മാഡമാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി, യു ആർ ദ ചീഫ് ഗസ്റ്റ്. ഇതിൻ്റെ വാർത്തമൊക്കെ അറിയാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെയാണ് വിളിക്കുന്നത്. വേണ്ട എന്ന് പറഞ്ഞാലും വിളിച്ച് വരുത്തിയിട്ട് ഈ പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യമേ ചോദിക്കും, ഫ്ലവർ വാസ് ആണോ അതോ മെയിൻ സീറ്റർ ആണോ എന്ന് ചോദിക്കും. വേറെ ടേം ആണെങ്കിൽ ചീഫ് ഗസ്റ്റ് ആണോ ചീഫ് ഗസ്റ്റ് ആണോ? അതെ ചീഫ് ഗസ്റ്റ് ആണോ അതോ ചീഫ് ഗസ്റ്റ് ആണോ? അതൊരു സേവ് സാധനം. അതെ ഇപ്പൊ മനസ്സിലായി ഫ്ലവർ വാസ് എന്നാണ്. സോ ഡോണ്ട് ലെറ്റ് എനിബഡി ട്രീറ്റ് യു ആസ് എ ഫ്ലവർ വാസ്. ആൻഡ് വി സ്പെസിഫിക്കലി നമ്മൾ ചോദിക്കും എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ, ഈ പരിപാടി അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിച്ച് നല്ലതുപോലെ ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രമേ പരിപാടിക്ക് പോകത്തുള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ് ഈസ് അബൌട്ട് സെൽഫ് റെസ്പെക്ട്. ആൻഡ് അത് വിട്ട് കളിക്കാൻ നമുക്ക് പറ്റത്തില്ല. ചിലയിടത്തൊക്കെ നമുക്ക് ഹ്യൂമിലിറ്റി കാണിക്കാം, അത് ഇത് എന്തെങ്കിലും പരിപാടിക്ക് വിളിച്ചിട്ട് ഇതുപോലെ അപമാനിക്കപ്പെടുക അല്ലെങ്കിൽ അവരെ അങ്ങനെ ഒന്നും ട്രീറ്റ് ചെയ്യാതിരുന്ന ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിന് ഒരു ഹോസ്പിറ്റല് ഒരു മാനേജ്മെന്റ് ടീം നമ്മളെ വിളിച്ചു. മാനേജ്മെന്റ് ടീമിലുള്ള ആളുകൾക്കെല്ലാം താടിക്കാരനെയും അറിയാം, സൂസമ്മയെ അറിയാം. പക്ഷെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവർക്ക് ഈ താടിക്കാരനെ സൂസമ്മയൊന്നും അറിയത്തില്ല, പ്രായമുള്ള മനുഷ്യരും. അവർ ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും കാണുന്നവർ, ഇൻസ്റ്റാഗ്രാമിലൊന്നും ജീവിതത്തിൽ കയറിയിട്ടില്ലാത്തവരാണ്, മനസ്സിലായോ? അപ്പം മാനേജ്മെൻറ്റിൽ പിള്ളേർ വലിയ എക്സൈറ്റഡ് ആയിട്ട് എന്ന് വിളിച്ചു. ഈ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പം അവർക്ക് അവരുടെ ആളുകളും അവരുടെ ഫാമിലിയും ഈ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്തുണ്ടായിരുന്ന പാരമ്പര്യവും എല്ലാം ഉള്ളവരെ വേണം സ്റ്റേജിൽ ഇരുത്താൻ. നമ്മളാണ് ചീഫ് ഗസ്റ്റ്.
പക്ഷെ അവർക്ക് താല്പര്യം ഇങ്ങനെയുള്ളവരെ പിടിച്ചിരുത്തുന്നതാണ്. എൻ്റെ പൊന്നു സ്റ്റേജിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് ചെയറുണ്ട്, അച്ചയ്ക്ക് ചെയർ ഇട്ടിട്ടില്ല. ഞാനപ്പോൾ പറഞ്ഞു നമ്മൾ രണ്ടുപേരുമാണ് ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞു. പുള്ളി ഇറങ്ങിപ്പോയി, തൊട്ട് പുറകെ ഞാനും ഇറങ്ങി പോകുന്നു. അതിൻ്റെ ആവശ്യമില്ല. അവിടെ ചിലർ ചോദിക്കും നമുക്ക് ഇച്ചിരി വിനയം കാണിക്കാതെ. അവിടെ ഒന്നും വിനയം കാണിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇതൊക്കെ എന്തൊരു മണ്ടത്തരമാണെന്നറിയോ. നമ്മളൊരു മാനേജ്മെൻറ്റ് ഒരാളെ എടുക്കുക. ഇപ്പം എൻ്റെ ബിസിനസ്സിലേക്ക് ഞാനൊരു ചീഫ് ഗസ്റ്റിനെ വിളിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് എൻ്റെ ചീഫ് മെമ്പേഴ്സിനോടെല്ലാം, അതായത് ആ ബിസിനസ് മെമ്പേഴ്സിനോടെല്ലാം സംസാരിച്ചിട്ട് നമ്മൾ ചീഫ് ഗസ്റ്റായിട്ട് ഇന്ന ആളെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് അയച്ചു തരാം. ഇപ്പം നല്ലപോലെ അറിയപ്പെടുന്നതാണ്, പ്രത്യേകിച്ച് ആ കോട്ടയം സൈഡിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ അറിയപ്പെടുന്നതാണ്. പുള്ളി ഒരു ഫുഡ് ബേസ്ഡ് ആണ്, പുള്ളിക്കാരി ഇംഗ്ലീഷ് ബേസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെയും കൂടെ സമ്മതം വാങ്ങിച്ചിട്ട് വേണം ഇങ്ങനത്തെ പരിപാടിക്ക് വിളിക്കാൻ. ഇത് മാനേജ്മെൻറ്റ് ഒരു തീരുമാനം ചെയ്യും. മെയിൻ ആളുകൾ, അതിൻ്റെ ഓണേഴ്സ്, അതായത് അതിൻ്റെ മെയിൻ എസ്റ്റാബ്ലിഷേഴ്സ് ഇത് അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു സംഭവം നമുക്കുണ്ടായിട്ടുണ്ട്, ഭയങ്കര. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവിടെ ഇതിൻ്റെ ക്ഷീണം അവരങ്ങോട്ട് തീർത്തു, നമ്മളെ അങ്ങോട്ട് അടിച്ചു പൊളിച്ച്. അപ്പോൾ എല്ലായിടത്തും ഞങ്ങൾക്ക് വില തരണം, തന്നില്ലേ നിങ്ങൾ അവിടെ ഇരിക്കത്തില്ലേ എന്നുള്ളതല്ല. അങ്ങനെയല്ല. നമ്മളെ എന്തിനു വിളിച്ചു, ആ പേർപ്പസ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? അതിനല്ലല്ലോ നമ്മളെ വിളിച്ചത്. ഇപ്പം നമ്മളോട് ഓൾറെഡി പറയാം ചീഫ് ഗസ്റ്റ് ഉണ്ട്, പിന്നെ നിങ്ങളെ കൂടെ വിളിക്കുന്നത് ഈ പ്രോഗ്രാം ഒന്ന് കവർ ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അവിടെ പരിസരത്ത് പോലും നിൽക്കത്തില്ല. നമ്മൾ പ്രോഗ്രാം കവർ ചെയ്യുന്നു, നേരെ വീട്ടിൽ വരുന്നു, എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ട സാധനം കൊടുക്കുന്നു, തീർന്നു. സോ ഇത് ചെയ്യാതെ വരുമ്പം എന്തിനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്? ബിക്കോസ് അവരപ്പം നമ്മളെ പറ്റിക്കുമല്ലായിരുന്നോ? നമ്മളെ ഒരു സ്ഥലത്തേക്ക് വിളിച്ച് വരുത്തിയിട്ട് they gave us something else. So that was one incident. അതുപോലത്തെ ഒരുപാട് ഇൻസിഡൻ്റ് ഉണ്ട്. ഞാൻ വിചാരിക്കും ചില സമയത്ത് വീഡിയോ ഇട്ടാലോ എന്ന്. പിന്നെ ഞാൻ ഓർക്കും ദ ഇൻ്റർനെറ്റ് ഓൾറെഡി ഹാസ് എ ലോട്ട് ഓഫ് നെഗറ്റീവ്സ്. നമ്മുടെയും കൂടെ കഥ കേട്ടിട്ട് എന്തിനാണ് അവരുടെ ജീവിത ശോകമാവുന്നത്? നമ്മളെ ആളുകൾ നോക്കുന്നത് ടു ബി ഹാപ്പി ആൻഡ് ടു സീ എസ് ജോയ്ഫുൾ. അപ്പോൾ അതങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിൻ്റെ പുറകിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ ആഞ്ജനേയ സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മാറ്റി അങ്ങോട്ട് വയ്ക്കും. അതുപോലെ ചേച്ചിയുടെ ഒത്തിരി കണ്ടന്റുകൾ വന്നിട്ടുണ്ട്. അപ്പം മറ്റേ ഒലക്കയുടെ മൂടെന്നൊക്കെ പറയുന്ന ഹിറ്റായ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ വൈറലായിട്ടുള്ള കണ്ടന്റുകളുണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫീഡ്ബാക്ക് വന്നിട്ടുള്ള, അപ്പം ചെയ്യരുതായിരുന്നു എന്നും വന്നിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വന്നിട്ടുണ്ടോ? ചെയ്യരുതായിരുന്നു എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ പറയാൻ ചിലർക്ക് ഇച്ചിരി ഇപ്പം ഫാട്ട് എന്നുള്ള വേർഡിൻ്റെ മലയാളം വെച്ചിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് ഭയങ്കര ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു ഹൗ ഡു യു സേ ദാറ്റ്. സോ അത് ഭയങ്കര ഒരു എന്താ പറയുന്നത് അതിൻ്റെ താഴത്തെ കോമൻറ്റ് സെക്ഷൻ വാസ് എൻഗേജിങ് ആയിരുന്നു. ആ കോമൻറ്റ് സെക്ഷൻ ആണ് അതിനെ എനിക്ക് തോന്നുന്നൊരു 7-8 മില്യണിലേക്ക് കൊണ്ടെത്തിച്ചത്. ഭയങ്കര ഒരു ബോൾഡ് ആക്ട് ആയിരുന്നു ടു ഡു ദാറ്റ്. ഈവൻ മൈ ഹസ്ബൻഡ് ഇസ് വെരി സപ്പോർട്ടീവ്. താടിക്കാരൻ പറഞ്ഞു പിന്നെ ഗോ ഫോർ ഇറ്റ്. നമുക്ക് ഇപ്പം അതറിയാത്ത ആളുകളുണ്ട്. ആ ഒരൊറ്റ കോണ്ടന്റിനകത്തുനിന്ന് ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു ഇത് എന്തിൻ്റെ ആവശ്യമാണ്, ഇതൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ എന്തിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുന്നവർക്ക് പോലും അതിൻ്റെ ഇംഗ്ലീഷ് അറിയത്തില്ല. സോ അവർ പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എന്ത് കേൾക്കുന്നു? പിന്നെ ഞാൻ എൻ്റെ കോമൻറ്റ് സെക്ഷനിൽ അതിനുശേഷം ഇപ്പോൾ 2.5 വർഷമായി ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ കോമൻറ്റ് സെക്ഷൻ പോയി നോക്കിയിട്ടില്ല. ബിക്കോസ് ഐ ക്യാൻ നോട്ട്. ഭയങ്കര കോമഡിയാണത്, അത് സഹിക്കാൻ പറ്റത്തില്ല. അറ്റ് ദ സെയിം ടൈം നെഗറ്റീവ്സും ഉണ്ട്. പിന്നെ റിസീവ് ചെയ്തത് ഇസ് ഒലക്കയുടെ മൂഡ് വാസ് ദ സെക്കൻഡ് വീഡിയോ ദാറ്റ് വെൻറ്റ് വൈറൽ. സ്ട്രൈക്കഡോണിയ എന്ന് പറയുന്ന വേർഡിലൂടെയാണ് ലോകം വീണ്ടും സൂസമ്മ ടോക്സിനെ അടുത്ത ലെവലിലോട്ട് കയറുന്നത്. സോ ദീസ് വർ ദ 2 തിങ്സ്. കഴിഞ്ഞ ദിവസം ഒരു കണ്ടന്റ് കണ്ടായിരുന്നു ക്യാപ്ഷൻസിന്റെ കാര്യത്തിൽ. ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഇപ്പം ChatGPT അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇത് വന്നതിലൂടെ നമുക്കിപ്പോൾ ക്യാപ്ഷൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. ഇപ്പം ചുമ്മാ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. പണ്ട് ഉള്ളതാണല്ലോ പണ്ട് ഇട്ടുകൊണ്ടിരുന്നത്, ഒരുപാട് റിപ്പീറ്റേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം അതെല്ലാം മാറി നമ്മൾ പുതിയതായിട്ട് ഇഷ്ടംപോലെ വാക്കുകൾ നമുക്ക് അതിനകത്തുനിന്ന് വളരെ വളരെ തുച്ഛമായ സമയത്ത് ഒരുപാട് സാധനങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലാംഗ്വേജിൻ്റെ പഠിക്കുന്ന കാര്യത്തിൽ വന്നിട്ടുള്ള ചേഞ്ച് ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ, അതായത് ChatGPT പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എത്രത്തോളം ഇതുപോലെ ലാംഗ്വേജ് ട്രെയിനേഴ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട് എന്നും സ്വന്തമായിട്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ വോയിസ് അസിസ്റ്റ് പോലെ നമുക്ക് ലാംഗ്വേജ് സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കണ്ടീഷനിലോട്ട് ഇപ്പോൾ വന്നിട്ടുമുണ്ട്. ബേസിക്കലി ഇഫ് യു ആർ ആസ്കിങ് മീ ത്രെറ്റ് ആകുമോ എന്നാണോ ഉദ്ദേശിക്കുന്നത്? പേടിക്കണ്ടോ പറയസ. എന്താ സംഭവം അറിയോ? ഞാൻ ഈ ക്യാപ്ഷൻസ് എവിടെ നിന്ന് എടുക്കുന്നറിയോ? ഗൂഗിളിൽ നിന്ന്.
ഈ ഗൂഗിള് പണ്ടും ഉണ്ടായിരുന്നല്ലോ, ഇന്നും ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ആരും അവിടേക്ക് പോകുന്നില്ല? മടിയന്മാരുണ്ടെന്നേ. ChatGPT ആന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കണ്ടേ. ഈ വേറെ ഒരു കൂട്ടരുണ്ട്, അവരെന്നോട് പറയുന്നതാണ്, എന്റെ പൊന്നു സൂസം, ഇത് എന്ത് അടിച്ചു കൊടുത്താലാ ഇത് കിട്ടുന്നെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഇൻസ്റ്റാ ക്യാപ്ഷൻസ് ഒന്ന് അടിച്ചു കൊടുക്കണോ അതറിയത്തില്ലല്ലോ. അപ്പോൾ വല്ലവനും അത് നമുക്ക് വേണ്ടി അടിച്ചു കൊടുത്ത് അത് എക്സ്പ്രസീവ്ലി വീഡിയോയിൽ വന്ന് ചെയ്യുമ്പോൾ അതല്ലേ എളുപ്പം. ഇത് കണ്ടോണ്ടിരുന്നാ പോരെ, അല്ലെ കേട്ടോണ്ടിരുന്നാ പോരെ. ചോദ്യം ചോദിക്കാൻ അറിയണം. അതെ, വിത്ത് ഇമോഷൻസ് ആണ് വരുന്നത്. ഹ്യൂമർ ഉണ്ട്, കരച്ചിലുണ്ട്, ഹലിപ്പുണ്ട്, പുച്ഛമുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. ChatGPT അന്ന് മാത്രമല്ല, ഏത് AI അസിസ്റ്റ് ആണെങ്കിലും ഒരു പരിധിക്കപ്പുറം വരെ അവർക്കത് പറ്റില്ല. അവരുടെ ആ AI ശബ്ദം തന്നെ കേട്ടില്ലേ, നിങ്ങൾ കഴിയാമോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ശബ്ദമല്ലേ. അതിനകത്ത് എല്ലാവർക്കും ഒന്നും അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഒരു സെറ്റ് ഓഫ് ആളുകൾ മാത്രമാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ആ സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വലുതാണെങ്കിൽ പോലും അത് 1 or 2% മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ഹ്യൂജ് ക്രൗഡ് ഇരിക്കുകയാണ് ഇപ്പോഴും. ദേ നീഡ് ഹ്യൂമൻ അസിസ്റ്റ് ചെയ്യും. വൈ ഇസ് മൈ വീഡിയോസ് ഗോയിങ് വൈറൽ സ്റ്റിൽ നൗ? ബിക്കോസ് അത്രയും ആളുകൾക്ക് അതാണ് ഇഷ്ടം. ദേ വാണ്ട് സംബഡി ടു എൻഗേജ് ദം. ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിക്കുമ്പം ആർക്കുണ്ട് സമയം ഇതിനകത്ത് ChatGPT അടിച്ചു കൊടുത്ത് സാധനം എടുത്ത് ഇനി അതിനകത്തൊന്നും ചുമ്മാ എടുക്കണ്ട, കോപ്പി ചെയ്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ഇനി അവിടുന്ന് ഒരു പേപ്പറിലോട്ട് പകർത്തണമെങ്കിൽ ഈ പറഞ്ഞ എഴുത്ത് തന്നെ വേണമല്ലോ. ബട്ട് ദെയർ ഇസ് സംബഡി ഹൂസ് ഡൂയിങ് ഓൾ ദാറ്റ് വർക്ക് ഫോർ യു. And then that person's coming on the video and making you laugh and നിങ്ങളുടെ മൂഡിനെ ലൈറ്റ് ആക്കുന്നു. ആൻഡ് അത് പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീഡിയോയുടെ ഓണാക്കി വെച്ച് സൂസമ്മയുടെ ശബ്ദം കേട്ടുകൊണ്ട് നമുക്കിത് പഠിക്കാൻ പറ്റുമെങ്കിൽ വാവ്, സൂപ്പർ. അപ്പോൾ അതേ ഇമോഷൻസിൽ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ വരുന്ന ഒരു കാലത്ത് എന്നാൽ പോലും പറ്റത്തില്ല. ഹ്യൂമൻ ഈസ് ഓൾവേസ് ഹ്യൂമൻ. AI is AI. You cannot compare that. There is a term called do not judge a book by its cover. ഓക്കെ, നമ്മളൊരു വ്യക്തി അല്ല ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പുറമേ കാണുന്ന അപ്പിയറൻസ് അല്ല, അത് ഉള്ളിലുള്ള കഴിവുകളും അവൻ്റെ സ്കില്ലും അവൻ്റെ പൊട്ടൻഷ്യലും എല്ലാമാണ്, അല്ലേ? നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പം അവിടെ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പൊതുവെ ആൾക്കാർ കാണുന്നത് ഗ്ലാമർ മൂവീസിൻ്റെ ആണെങ്കിൽ പോലും അതിനകത്ത് സ്ത്രീകളെ ഉപയോഗിക്കുന്ന ജസ്റ്റ് ഫോർ ഒരു ക്ലിക്ക് ബെയ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലാമറസ് സാധനം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അവരുടെ റിയൽ പൊട്ടൻഷ്യൽ, ഫോർ എക്സാമ്പിൾ, ഐ നോ യു ഫോർ 15 years. ആ ഒരു 15 years ഐ ഓൾവേസ് അപ്രീഷിയേറ്റഡ് യു, അല്ലെങ്കിൽ ഐ ഹാഡ് എ റെസ്പെക്ട് ഫോർ യു ഫോർ യുവർ ഇൻ്റലിജൻസ്. ചേച്ചിയുടെ ആ കഴിവ്, ചേച്ചി സംസാരിക്കുന്ന രീതി, ചേച്ചിയുടെ ഉള്ളിലുള്ള കഴിവുകളെയാണ് ഞാൻ റെസ്പെക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് പലയിടത്തും നമ്മൾ ഇത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുമ്പോൾ വീഡിയോസൊക്കെ ഇടുമ്പം ലൈക്ക് വാട്ട് ആർ ദ ഡിഫിക്കൽസി യു ഫേസ്? Appearance for some people is always important. ചിലർക്ക് appearance ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഡ്രസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ലുക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ലുക്സിൻ്റെ കോൺസെപ്റ്റ് ഇപ്പോൾ ഒത്തിരി മാറി. അതാണ് അതിൻ്റെ സംഭവം. ഈ ചില സിനിമയിൽ ചില ആക്ടേഴ്സിനെ കാണത്തില്ലേ, വുമൺ ആക്ടേഴ്സിനെ കാണത്തില്ലേ, നമ്മൾ പറയും ഒരു 15 വർഷം മുമ്പ് ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരാൻ സിനിമയിൽ പറ്റത്തില്ല. അപ്പോൾ അതെന്താ സംഭവം? ഭംഗി എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് മാറി. സോ ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് അപ്പിയറൻസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റ് മാറിയപ്പോഴത്തേക്കും സൗന്ദര്യം എന്നുള്ള ആ ഒരു ബാരിയർ വെച്ചിരുന്നത് മാറി. ആൻഡ് സോ ഒരുപാട് ആളുകൾ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ തുടങ്ങി, ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് അനദർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഹാവ് 90-നകത്തൊന്നും വണ്ടി കയറിയിട്ടില്ല. അവരിപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്. അവരുടെ അവരുടെ പൂർവികന്മാരുടെ പ്രാർത്ഥന കൊണ്ടോ അവരുടെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടോ ഇപ്പോഴും അവരുടെ ബിസിനസ് ബൂമിംഗ് ആണ്. അവർക്കിപ്പോഴും പഴയ രീതികൾ തന്നെയാണ്. ഈ റീസെൻ്റ്ലി ഒരു ജ്വല്ലറി ഷോപ്പ് ഓണർ നമ്മളെ അപ്രോച്ച് ചെയ്തു. ആൻഡ് പുള്ളി മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്ക് ഇപ്പോഴും വള ഉരുണ്ട് വരുന്ന വീഡിയോ, കമ്മലിൻ്റെ ജിമ്മിക്കയിൽ ഇങ്ങനെ അടിക്കുന്ന ഉടനെ ജിമ്മിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, പുള്ളി ഇപ്പോഴും ആ തേൻപതിന്ന് ഇങ്ങോട്ട് കയറിയിട്ടില്ല വണ്ടി. ആ പഴയ സാധനമാണ്. ഇപ്പം ജ്വല്ലറിക്കകത്ത് കണ്ടിട്ടില്ല, ഇപ്പം തന്നെ റീസെൻ്റ്ലി നമ്മൾ മോഹൻലാലിൻ്റെ ഒരു മാലയുടെ ഇത്, ദാറ്റ് ഇസ് അഡ്വർടൈസ്മെന്റ്. പേരാളുകൾ ഓർത്തിരിക്കണ്ടേ, ആ പേരൊക്കെ ഓർത്തിരിക്കണ്ടേ. സോ ദ മൈൻഡ് സെറ്റ് ഹവ് ചേഞ്ച്ഡ്. മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാത്ത ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്ക് ഞാൻ ബിസിനസ് ചെയ്യാൻ പോയിട്ടുണ്ട്. അവരുമായിട്ട് പ്രൊമോഷൻസ്, കൊളാബ്സ് ഒക്കെ ചെയ്യാൻ പോയിട്ടുള്ള ഐ ഹവ് ഹാഡ് വെരി ബാഡ് ഇൻസിഡൻസ്. ഒരു ബ്രാൻഡ്, കൊച്ചിയിൽ ഒരു ബ്രാൻഡ്, ഒരു ഡ്രസ്സിങ് ബ്രാൻഡ് എന്നെ വെച്ച് ഒരു ഷൂട്ട് നടത്താൻ തീരുമാനിച്ചു. ഷൂട്ടിൻ്റെ അന്ന് അവർ വിളിച്ചിട്ട് പറയുവാണ്. അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, സോ ഞാൻ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്, എത്ര മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സോറി മാം, മാമിൻ്റെ സൈസുള്ള ഡ്രസ്സുകൾ നമുക്കില്ല. വി പ്രിഫർ സംബഡി എ ലിറ്റിൽ മോർ ഹെഫ്റ്റി ആയിട്ടുള്ള ആളുകൾ. അതെങ്ങനെയല്ല, മാന്യമായ ഭാഷയിലല്ല അവർ പറഞ്ഞത്. ദേ ആർ വെരി ഫേമസ്.
ആൻഡ് ദേ ആർ ഭയങ്കര എന്താണ് പറയുന്നത് ഗ്ലാമറസ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ സംസാരത്തിൽ ആ ഒരു ഗ്ലാമർ വരണ്ടേ. ഒരു സംസാരം ഭയങ്കര തറയായിരുന്നു. എന്തായിരുന്നു തറ വർത്താനമായിരുന്നു. ഞാൻ പറയടാ പെർഫെക്റ്റ്ലി ഫൈൻ, ഐ എം നോട്ട് കമ്മിങ്. പക്ഷേ ഐ ഹാവ് വൺ റിക്വസ്റ്റ്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളൊരു ഭയങ്കര ഗ്ലാമറസ് ഫീൽഡിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഫാഷൻ ഇൻഡസ്ട്രിയിലാണ്. നിങ്ങൾ സംസാരിക്കുന്നതിനകത്ത് ഒരു ഫാഷൻ വേണം. നിങ്ങൾ ആ വ്യക്തിയോട് വരണ്ട എന്ന് പറയുന്നതിനകത്തൊരു സ്റ്റൈൽ ഉണ്ടായിരിക്കണം. അത് കേൾക്കുമ്പോൾ പോലും അവർക്ക് തോന്നരുത് ദാറ്റ് നിങ്ങളെ തടിച്ച് പെണ്ണിനെ വേണ്ട എന്നാണ് പറയുന്നത് തോന്നരുത്. അങ്ങനെ നമുക്ക് ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. സോ ദാറ്റ് പീപ്പിൾ വിൽ നോട്ട് ഫീൽ ബാഡ്. വൈ ഡു യു ഹാവ് ടു ക്രിയേറ്റ് സംബഡി? വെല്ലോൻ്റെ ദിവസം എന്തിനാണ് നശിപ്പിച്ചിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്? അത് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. എനിക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ. നോ, അനദർ തിങ് ഇസ് ദാറ്റ് ഐ വിൽ നെവർ സീ മൈസെൽഫ് ആസ് ഡൗൺ. അതെൻ്റെ ആ ലെവല് കഴിഞ്ഞു പോയതാണ്. ഐ സീ മൈസെൽഫ് ആസ് വെരി ഗ്ലോറിയസ് ബ്യൂട്ടിഫുൾ പേഴ്സൺ. ആൻഡ് ഡേ ബൈ ഡേ ഞാൻ എന്നെ തന്നെ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ തന്നെ പറയും എൻ്റെ അച്ഛൻ ഒരു കൊച്ചിൻ്റെ അമ്മയാന്ന് പോലും തോന്നത്തില്ല. ഇങ്ങനെ സൗന്ദര്യമൊക്കെ ഇത് എവിടെ കൊണ്ട്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു സീ ദംസെൽഫ് ആസ്. അവരെ ഒന്നും അടിച്ച് തകർത്താനൊന്നും പറയത്തില്ല. നിങ്ങൾ അടിച്ച് തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യുവർ സെൽഫ് വിൽ ഫോൾ. അല്ലാതെ നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. സോ യെസ്, ഐ ഹവ് ഹാഡ് ഇൻസിഡൻസ്, ബട്ട് ഇറ്റ്സ് മൈ ചോയ്സ് വെദർ ഐ ഷുഡ് ബി സാഡ് അബൌട്ട് ഇറ്റ്. ഞാൻ അതിൽ ഇൻസൾട്ടഡ് ആവണോ വേണ്ടോ എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. ബട്ട് ഓവർ ദ ഇയേഴ്സ് വാട്ട് ഐ ഹവ് നോട്ടീസ് ഇസ് ദാറ്റ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഇസ് ഡിഫറെൻറ്റ് നൗ. ഇപ്പം എന്നോടത് സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ സ്റ്റേൺ ആയിട്ട് വിത്ത് എ വെരി സ്റ്റേൺ വോയിസ്, വിത്ത് എ വെരി പവർഫുൾ നോട്ട് ഞാൻ തിരിച്ചൊരു അഭിപ്രായം പറയും. ആ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആള് കുറേ നേരത്തേക്ക് ഫോൺ താത്തി വെക്കത്തില്ല. ദിൽ ബി ഷോക്ക്ഡ്. പ്ലീസ് ഡു നോട്ട് ടോക്ക് ലൈക്ക് ദാറ്റ് ടു മീ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മാന്യമായ ഭാഷയിൽ സംസാരിക്കാം. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് യു വിൽ ഗെറ്റ് ഫ്രം മീ. എൻ്റെ ഭാഗത്തുനിന്നും അത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. ബട്ട് ഇഫ് യു ഡിസൈഡ് ടു ഗോ ലൈക്ക് ദിസ്, ദെൻ എൻ്റെ ഭാഗത്തുനിന്നും ആ ഒരു എക്സ്പെക്റ്റേഷൻ മാത്രം നിങ്ങളിൽ ഉണ്ടായാൽ മതി. ബിക്കോസ് ഞാൻ നിങ്ങളെ കാണുന്നത് വളരെ ഹൈ എൻഡ് ബിസിനസ് ഗ്ലാമറസ് ഫീൽഡിലാണ്. നിങ്ങൾ ഇങ്ങനത്തെ സംസാരിക്കുമ്പോൾ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ എം എൻ ഇൻഫ്ലുവൻസർ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു 1 million ഫോളോവേഴ്സ് എനിക്കുണ്ട് എല്ലാ പ്ലാറ്റ്ഫോംസിലും. അവർ മുഴുവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ എം നോട്ട് ഗോയിങ് ടു ഡീഗ്രേഡ് എനിബഡി. പക്ഷെ നാളെ ഡെഫിനറ്റ്ലി എന്നോട് അഭിപ്രായം ചോദിക്കത്തില്ലേ, ഈ ബ്രാൻഡ് എങ്ങനെയുണ്ട് സൂസമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹവ് ഹാഡ് എ വെരി ബാഡ് ഇൻസിഡൻറ്റ് ഫ്രം ദം. ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങളോടും അങ്ങനെ അവർ ചെയ്യുമെന്ന്. പക്ഷെ എനിക്കൊരു ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ആക്ച്വലി വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ അത് എങ്ങനെ അകത്തോട്ട് എടുക്കും? സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് മൈൻഡിൻ്റെ ഒരു ഭാഗമാണ്. അത് നമുക്ക് എത്രത്തോളം പറഞ്ഞാലും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യാം? നിങ്ങൾ രാവിലെ എഴുന്നേറ്റു, ആരും സഹായിച്ചില്ല. രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് നിങ്ങളൊരു സ്റ്റുഡിയോയിൽ എത്തണമെന്ന് ഒരാൾ നിങ്ങളോട് പറയുമ്പം നിങ്ങളുടെ സ്കില്ലാണ്. നിങ്ങൾ 4 മണിക്ക് അലാം വെച്ച് എഴുന്നേറ്റു, നിങ്ങളുടെ രാവിലത്തെ പരിപാടികളെല്ലാം ചെയ്തു, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി, നിങ്ങൾ ചായ കുടിച്ചു, പല്ല് തേച്ചു, ഡ്രസ്സ് ചെയ്തു. കറക്റ്റ് 8 o'clock ആയപ്പോൾ തന്നെ നിങ്ങൾ നല്ല സ്മാർട്ടായിട്ട് സ്റ്റുഡിയോയിലോട്ട് കയറി വന്നു. ആൻഡ് ദെൻ യു വോണ്ട് ടു സ്പോയിൽ ഓൾ ദാറ്റ് ബിക്കോസ് സംബഡി ടോൾഡ് യു ദാറ്റ് യു ആർ ആൻ ഇഡിയറ്റ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഈ സ്റ്റുഡിയോ വരെ എത്തിയതാരാ? നിങ്ങളല്ലേ. അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് ചുമ്മാതെ ഒരു വർത്താനം പറഞ്ഞ് ഒരുത്തിൻ്റെ വാക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് അതേഴ്സ്. ഇറ്റ് ഈസ് അബൌട്ട് ഹൗ യു റിസീവ് ഇറ്റ്. സോ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, എനിക്ക് കറക്റ്റ് സമയത്ത് സ്റ്റുഡിയോയിൽ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ സ്കിൽഡാണ്. എനിക്ക് ബാക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഒന്നും നടന്നില്ലെങ്കിൽ ഈ മേഖല മാത്രമല്ല, വേറെ ഒത്തിരി മേഖലകൾ എനിക്ക് നിൽക്കാൻ പറ്റും. യു ഡു നോട്ട് ഹാവ് ടു വേസ്റ്റ് യുവർ സെൽഫ് എസ്റ്റീം ഓൺ സംബഡി എൽസസ് വേർഡ്. ബിക്കോസ് അവർക്കൊരു ബാഡ് ഡേ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ നമ്മുടെ തലയിൽ കയറി നിരങ്ങും. പിന്നെ പൊട്ടാന്ന് വിളിക്കുന്നവരുണ്ടല്ലോ. വൈ ഡു ദേ കോൾ പൊട്ട? ഇറ്റ്സ് നോട്ട് ബിക്കോസ് ആ മുന്നിൽ നിൽക്കുന്ന ആൾ പൊട്ടനായതുകൊണ്ടല്ല. അവരുടെ ഡേ മോശമായിരുന്നു, അവരുദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. സോ അത് അവർക്ക് ആരുടെയും മണ്ടയ്ക്ക് എടുക്കണം. ഹൗ ഡെയർ യു ടേക്ക് ഇറ്റ് ഓൺ മീ? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ബുള്ളിങ് അല്ലേ? It is kind of bullying. I am superior mind wise. I am superior, and your words is not going to put me down എന്നൊരു തീരുമാനം. It's a self training. ഭയങ്കര പാടാണ്. It's you cannot motivate it. കുറേ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ട് അലച്ച് പറ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, ഒരു ഒന്നും കിട്ടാൻ പോകുന്നില്ല. യു വിൽ സ്ക്രീം. അന്നേരം ചിലപ്പോൾ ഒരു എനർജി ഉണ്ടായിരിക്കുമായിരിക്കും, ഒരു ഹാർട്ട് പമ്പിങ് ഒക്കെ ഉണ്ടായിരിക്കുമായിരിക്കും. ആ ഹാർട്ട് പമ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒന്ന് എനർജറ്റിക് ആയിരിക്കും. അടുത്ത നിമിഷം ആരെങ്കിലും നിങ്ങളെ കയറി എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ താഴും. It is training, everyday training. And let me tell you, it took me, അതും കൂടെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, it took me almost 18 years to get that confidence.
18 വർഷത്തെ റിയലൈസേഷൻ, 18 വർഷത്തെ ഓഫ് ക്രൈങ് ആൻഡ് കോൺസ്റ്റന്റ്ലി ബീങ് ബുള്ളീഡ് ആൻഡ് കൺട്രോൾഡ് ആൻഡ് ഡീഗ്രേഡഡ് ആൻഡ് ഡൗൺ ട്രോഡൻ, ഓൾമോസ്റ്റ് ലോസ്റ്റ് മൈ ലൈഫ് in this process to get here where I am. So it's not easy. But it is possible. It's not impossible. ആ ജേണി ഒന്ന് പറയാമോ? ലൈക്ക് I was controlled mostly because I'm a reliable, ഞാനിങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഡിപ്പെൻഡിങ് ഓൺ പീപ്പിൾ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. എല്ലാ ഫ്രണ്ട്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. എവ്രി ഫ്രണ്ട് ഇസ് ലൈക്ക് യു ആർ ലൈക്ക് പാരസൈറ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമുക്കതില്ലാതെ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് യു ഇസ് ബിക്കംസ് വെരി ഈസി. നമ്മളൊരാളിങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ തോളത്തോട്ട് ഇങ്ങനെ തല വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പോയി ഒരു ചായ എടുത്തോണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ഫോർ ദം ടു ഡു. ബിക്കോസ് നമുക്ക് ഈ തോളില്ലാതെ പറ്റത്തുമില്ല. ഈ തോളെ കിടത്തണമെങ്കിൽ അവളെ കൊണ്ട് പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുകയും വേണം. ആൻഡ് ദാറ്റ് വാസ് മീ ഫോർ ദ പാസ്റ്റ് 18 years. വ്യത്യാസം പല പല ആളുകളായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഐ വാസ് ദ വിക്ടിം ഫോർ ഓൾമോസ്റ്റ് 18 years. പക്ഷെ ഒരു ദിവസം അതൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് ഒരു ദിവസം ഒരു നിമിഷം ഐ ജസ്റ്റ് ഫെൽറ്റ് നമുക്ക് സെൻസ് ചെയ്യുമല്ലോ, സെൻസ് ഏരിയയിൽ നമ്മളിങ്ങനെ ഫീൽ ചെയ്തു ആക്ച്വലി നത്തിങ് അല്ലേ വിത്തൗട്ട് ദീസ് പീപ്പിൾ. ഈ ആളുകളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒന്നും അല്ല എന്നൊരു ഫീലിംഗ് വരുമല്ലോ. അത് നമ്മളെ പീക്ക് പോയിന്റിൽ, ഒരു പിന്നക്കൽ പോയിന്റിൽ, ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ നമുക്കിനി ഒന്നും ഇല്ല ചെയ്യാൻ, ചാവാനേ ഉള്ളു മാർഗം. ആ ഒരു മാർഗത്തിൽ കൊണ്ടെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, your life is not an accident. You were born because you definitely have a purpose. It's something is wrong. എന്താണ് ആ പേർപ്പസിലോട്ട് കയറാത്തത്? ഒന്നിൽ വല്ലൊരു ഇതിന് തടസ്സമാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെയാണ് പ്രശ്നം. ഐ ഫിഗർഡ് ഔട്ട് ഇറ്റ് വാസ് മൈ പ്രോബ്ലം. എൻ്റെ പ്രശ്നമായിരുന്നു. ഞാൻ എല്ലാവർക്കും എന്നെ തന്നെ ചവിട്ടി അരച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങ് വിട്ടു കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു മൈ പ്രോബ്ലം. എല്ലാവരുടെയും കേസിൽ അങ്ങനെ തന്നെ. എല്ലാവരുടെ കേസിൽ തന്നെ. സോ ഐ ടോൾഡ് a no to them, which was shocking for them. അതും നിങ്ങൾ വിശ്വസിക്കാത്ത ഹൈ പൊസിഷൻസിലുള്ള ആളുകളോട് ഐ ഹാഡ് ടു ടേക്ക് എ ഡിസിഷൻ. അതെനിക്ക് തോന്നുന്നു മാരേജിലായിരുന്നു തോന്നുന്നു ഫസ്റ്റ് ഞാൻ എടുത്തത്. ഐ ഹാഡ് ടു ടേക്ക് എ ഡിസിഷൻ ആൻഡ് സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് ഐ സെഡ് ടു ദി അതോറിറ്റീസ് ദാറ്റ് ഐ എം ഗെറ്റിംഗ് മാരിഡ്. ഞാൻ ഒത്തിരി ആളുകൾ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ മാരിഡ് ആവാൻ പോവാണ്. ബിക്കോസ് ഐ ഫീൽ ദിസ് ഇസ് ദ പേഴ്സൺ ദാറ്റ് ഐ ഹാവ് ടു ഗെറ്റ് മാരിഡ്. ആൻഡ് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്ലെസ്സിങ് വരാൻ പോകുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. സോ ലെറ്റ് മീ ഗോ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ആ കംഫർട്ട് സോണിൽ നിന്ന് പവർ കൺട്രോളിനകത്തുനിന്ന് പുറത്ത് വന്നപ്പോഴാണ് ഈ വിവാഹം നടന്നത്. ഇറ്റ് വുഡ് ഹാവ് ഹാപ്പൻഡ് 10 years ബാക്ക് ഇഫ് ഐ ഹാഡ് ടേക്കൺ ദ സെയിം ഡിസിഷൻ. പക്ഷെ അത് നടക്കാഞ്ഞത് ഇസ് ബിക്കോസ് ഐ വാണ്ടഡ് ടു ബി പാമ്പേർഡ് ആൻഡ് ഡൗൺ ട്രോഡൻ ആണെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് എല്ലാം പാമ്പറിങ് ആണ്, പക്ഷെ അല്ല. ദാറ്റ്സ് ജസ്റ്റ് ഗിവിങ് യുവർ സെൽഫ്. അന്നേരം ഈ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. My parents were not part of it. His parents were okay. പാരൻസ് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. യുവർ മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയോ വർഷം സംസാരിക്കുന്ന ഒരു കാര്യമാണ് വെഡിങ് എന്നൊക്കെ പറയുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ ബിക്കോസ് ദേ ആർ വിത്ത് മീ റൈറ്റ് നൗ. ഇപ്പം അവർക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കി ഒരാൾക്ക് കൊടുക്കാം, എന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറയുമ്പം അവർക്ക് ഒരു സ്പൂൺ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയും കൊള്ളാം. അന്നേരം അവർ വിശ്വസിക്കും നമ്മൾ നല്ലൊരു കുക്കായിരുന്നു, നല്ലൊരു ഷെഫാണ്. കല്യാണം നമുക്ക് അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. മമ്മി ഡാഡി ഞാനൊന്ന് കല്യാണം കഴിച്ച് കാണിക്കാം, കൊള്ളത്തില്ലെങ്കിൽ നമുക്കിത് എടുത്ത് കളഞ്ഞാൽ പറയാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഡെയർ ചെയ്ത് ആ ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. എടുത്ത് അവർ ജീവിക്കാൻ തുടങ്ങി. ഇപ്പം നല്ല ഗതിയിലായി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കൊച്ചിനെ തെറ്റിയിട്ടില്ല. ഇത് തന്നെ ഞാൻ കുറേ നാൾ അലച്ചൂവി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഇതേ നടക്കൂ ഇതേ സെറ്റ് ആവത്തുള്ളൂ. കാരണം നമുക്കറിയാമല്ലോ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന സാധനം. ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ഗ്ലാമർ, ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് മണി, ഇറ്റ്സ് അബൌട്ട് കോമ്പാറ്റബിലിറ്റി വന്നു കഴിയുമ്പോഴല്ലോ ബാക്കി എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ വരും. കാറും ബംഗ്ലാവും കൊച്ചും തലമുറയും എല്ലാം കൂട്ടത്തിലിങ്ങി വന്നു. താടിക്കാരൻ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എതിർപ്പൊന്നും ഉണ്ടായില്ല. He didn't have any problem. He wanted to get married, പക്ഷേ പുള്ളി wanted to get me. He was a little scared because നമ്മുടെ പൈസ ഇല്ലായിരുന്നു. അപ്പം ജീവിതം തുടങ്ങുമ്പം he was a little എനിക്ക് തരാൻ എന്തെങ്കിലും പറ്റുമോ എന്ന് പുള്ളിക്കൊരു പേടിയുണ്ടായിരുന്നു. എനിക്കൊരു കംഫർട്ട് ലൈഫ് തരാൻ പറ്റുമോ എന്ന് പുള്ളിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ he was never going to back off ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു, ഗിവ് അപ്പ് ചെയ്യാനുള്ള പ്ലാനും ഇല്ലായിരുന്നു. ബട്ട് he was planning to delay it a little more. കുറച്ചും കൂടെ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞ് കല്യാണം നടത്താൻ സേഫ് ആയിട്ട്. പക്ഷെ ദാറ്റ് വാസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഇതൊരു പ്രത്യേക കല്യാണമായിരുന്നു. ഇത് കല്യാണം കഴിഞ്ഞിട്ടേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ്. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രസ്റ്റിംഗ് ബോത്ത് ഓഫ് യുവർ 2 പാർട്ട്നേഴ്സ്. ചില കല്യാണങ്ങൾക്ക് അങ്ങനെയാണ്. ചില കല്യാണങ്ങൾ എല്ലാം റെഡി ആയിട്ടാണ് കല്യാണം നടക്കുന്നത്. ചില കല്യാണങ്ങൾ ചിലർ തമ്മിൽ ചേർന്ന് കഴിയുമ്പോഴാണ് ഈ സാധനങ്ങൾ വരുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫീൽഡിലാണ്.
വി ആർ ഇൻ ടു ഒരേ ഫീൽഡിലാണ് ഡൂയിങ് 2 ഡിഫറെൻറ്റ് തിങ്സ്, പക്ഷേ വി ആർ ഇൻ സോഷ്യൽ മീഡിയ. സോ വി ആർ ഏബിൾ ടു ഹെൽപ്പ് ഈച്ച് അതർ രണ്ടുപേരും. ആൻഡ് ദാറ്റ് വേ ഇറ്റ്സ് ആക്ച്വലി ഗോയിങ് റിയലി വെൽ. പക്ഷേ ഫോർ സം പീപ്പിൾ അത് അങ്ങനല്ല. ഫോർ സം പീപ്പിൾ എല്ലാം റെഡിയായി വെച്ച് വീടും കാറും സെറ്റായി കഴിഞ്ഞ് അതിനകത്തേക്ക് കയറുന്നതായിരിക്കും അവർക്ക് സേഫ്. ബട്ട് ഫോർ സം പീപ്പിൾ ഇറ്റ്സ് ഓൾ അബൌട്ട്. ഞാനെപ്പോഴും എൻ്റെ കല്യാണത്തിന്റെ കാര്യം പറയും. അതായത് എൻ്റെ കല്യാണം നടക്കുമ്പോൾ അവസാനം പരിപാടി എല്ലാം കഴിയുന്ന സമയത്ത് കാറ്ററിംഗുകാരന് കൊടുക്കാൻ പൈസ ഇല്ല, 2000 രൂപ ബാക്കി കടം കൊടുക്കേണ്ട സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ പോക്കറ്റിൽ തപ്പിയപ്പോൾ ആരോ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന 2000 രൂപ അത് അവിടെ വെച്ച പരിപാടി ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇന്ന് എൻ്റെ ലെവല് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ 2000 രൂപ വളരെ നിസ്സാരമായിട്ട് തോന്നില്ലേ? ചിലപ്പോൾ കല്യാണം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ മാറുക. അല്ലാതെ എപ്പോഴും എല്ലാം റെഡി ആയിട്ട് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അല്ല. ഫോർ സം പീപ്പിൾ ഇറ്റ്സ് ഡിഫറെന്റ്. സോ ഫോർ അസ് അതായിരുന്നു ഞങ്ങളുടെ ജേർണി. അത് ഞങ്ങൾ തന്നെ വിശ്വസിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇതും ഈ നേരത്തെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഗ്ലാമറസ് സൈഡ് ഇതിനകത്തുണ്ട്. അതായത് കാണാൻ കൊള്ളാവുന്ന പെണ്ണും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പയ്യനും, ഇതാണ് കോമ്പിനേഷൻ, പൊതുവേ ഉള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു. അതെ അതെ. അപ്പൊ നമ്മുടെ കേസിൽ അങ്ങനെ അല്ലായിരുന്നു. അതെ, ലൈക്ക് ബാക്കിയുള്ളവരുടെ അടുത്തൊരു ബോധിപ്പിക്കേണ്ട ഒരു പൊതുവെ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ ഒരു ഇച്ചിരി പേടിയുണ്ട്. ബിക്കോസ് ഓഫ് ആർ ഹെഫ്റ്റിനെസ് ആൻഡ് പേഴ്സണാലിറ്റി, ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിത്തീർന്നു. പണ്ടത്തെ അല്ല, ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ. അതുകൊണ്ട് ആളുകൾ പിറകെ നിന്ന് സംസാരിക്കുന്നവരോട് നമുക്ക് ഓടി ചെന്നിട്ട് എന്താണ് നീ പറഞ്ഞത് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളോട് നേരിട്ട് ഇതുവരെയിട്ടും ആരും അത് അഡ്രസ്സ് ചെയ്തിട്ടില്ല. പക്ഷെ വി നോ ദേ ബസ് അബൌട്ട് ഇറ്റ്. അവരതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. ബട്ട് ദേ നെവർ ടോക്ക്ഡ് ടു അസ് അബൌട്ട് ഇറ്റ്. യാ ദേ ഹാവ് പ്രോബ്ലം. എൻ്റെ വണ്ണം ഒരു വലിയ പ്രശ്നമായിരുന്നു. അച്ഛയുടെ വീട്ടുകാർക്ക്, എക്സ്റ്റെൻഡഡ് ഫാമിലിക്ക് പ്രശ്നമായിരുന്നു. ഇത്ര വണ്ണമുള്ളൊരു കൊച്ചിനെയാണല്ലോ കല്യാണം കഴിച്ചെന്നൊക്കെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നൊക്കെയുള്ളതായിരുന്നു അവരുടെ കാണിച്ചത്. നോക്ക് ഞങ്ങളുടെ കുഞ്ഞൻ ഓർമ്മയുണ്ട്, ഓടി നടന്ന് അവിടെ വയറുകളൊക്കെ വലിച്ച് പൊട്ടിച്ച് കളയുന്നത്, ഫോണൊക്കെ ഇങ്ങനെ പറക്കുകയാണ്. സോ ദാറ്റ് ഇസ് വാട്ട് പീപ്പിൾ തിങ്ക്. അത് അവരുടെ തോട്ടാണ്. ഹൂസ് ഗോയിങ് ടു ആൻസർ എവ്രിബഡീസ് ആൻസർ? എല്ലാവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തൊരു പാടാണ്. അതൊക്കെ അവിടെ ഇരിക്കും. ദേ ആർ നോട്ട് ഗോയിങ് ടു. നമ്മൾ ഇവരെ എല്ലാം എന്നും കാണുന്നില്ലല്ലോ, എല്ലാപ്പോഴും അല്ലേ കാണുന്നത്. പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനൊക്കെ അല്ലേ കാണുന്നത്. എന്നാതെ തിങ്സ് എനിക്ക് വണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഒരുങ്ങി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. സോ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുങ്ങി ഇറങ്ങിയൊക്കെ വന്നു കഴിയുമ്പോൾ ആ നല്ല രസമാണ് കാണാൻ. എനിക്ക് അതിന് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ആളുകൾ വണ്ണം, അതെ, നല്ല ഭക്ഷണവും നല്ല ഫുഡും ഒക്കെ കഴിച്ചൊക്കെ ഇരിക്കുന്നവരൊക്കെ ഇച്ചിരി വണ്ണമൊക്കെ കാണും. പണ്ട് വെൻ വി യൂസ് ടു ഹാവ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനിങ്ങനെ എന്നോട് ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു, സൂസൻ നിനക്ക് ഭയങ്കര വണ്ണമാണ്, എല്ലാവരും ഇങ്ങനെ പറയും. ഞാൻ പറയും വണ്ണം ഉണ്ടെങ്കിൽ എന്നാ, വീട്ടിൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അറിയുമോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? അത് കണ്ടോ ഞാൻ നല്ല അടിപൊളിയായിട്ടല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ ഞാൻ കോമഡി അടിക്കുന്നത്. പക്ഷേ ആക്ച്വലി ദാറ്റ് ഇസ് എ ട്രൂത്ത് ഓഫ് ദി ലൈഫ്. ചില ആളുകൾക്ക് വണ്ണമുണ്ട്. സം ബ്യൂട്ടിഫുൾ തിങ്സ് കം ഇൻ ബിഗ് പാക്കേജ്. ചേച്ചി, നമ്മളിപ്പോൾ വണ്ണത്തിനെ പറ്റി സംസാരിച്ചു. ലൈക്ക് വണ്ണമുള്ളവർ ഫേസ് ചെയ്യുന്ന ഒരു മേജർ സാധനമാണ് ബോഡി ഷേമിങ്. ലൈക്ക് യു ആർ എ മദർ നൗ. മുലപ്പാൽ അതൊരു വലിയ പ്രശ്നമാണ്. Yes, it is. അയ്യോ, മോക്ക് കുഞ്ഞിന് കൊടുക്കാനുള്ള പാലില്ലേ? അതൊരു വലിയ ചോദ്യമാണ്. മിൽക്ക് ഷേമിങ് അതൊരു വാക്കാണ്. അതിനെപ്പറ്റി ചേച്ചിയുടെ അഭിപ്രായം? ഇപ്പം ഇല്ലാത്തത് ഇപ്പം എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ്? ഇല്ലല്ലോ. അതല്ലേ ഈവൻ ഡോക്ടേഴ്സ് സേ ദാറ്റ്. എന്തിനാണ് ഈ വീഡിയോയും ഫോട്ടോ എടുക്കാൻ ഈ കൊച്ചു ജനിക്കുന്നുണ്ട് ഒരു സെറ്റ് ആളുകൾ വരും. ഈ വരുന്നവരുടെ കൂട്ടത്തിൽ ഈ വായിൽ ഈ വർത്താനമുണ്ട്, ഈ മിൽക്ക് ഷേമിങ് ആണ്. അയ്യോ പാലില്ലേ കൊച്ചിന്, അയ്യോ കൊച്ചിന് പാലില്ലെങ്കിൽ there are other supplements which the doctors recommend. അത് കൊടുക്കുക. എൻ്റെ അമ്മയ്ക്ക് മുലപ്പാലില്ലായിരുന്നു. ഞാൻ ഫുൾ ഫാരക്സും സിർലാക്കും കുടിച്ചാണ് വളർന്നത്. സോ അതില്ലെങ്കിൽ ദർ ഇസ് അനദർ സപ്ലിമെൻറ്റ്. വേറൊരു മാർഗ്ഗമുണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ അതിന് ഓപ്ഷൻസ് കൂടുതലാണ്. മിൽക്ക് ഷേമിങ് എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞല്ലോ, ഒരു മൈൻഡ് സെറ്റാണ് ആളുകളുടെ. ഇതിനെപ്പറ്റി ഇത് അവർ വിചാരിക്കുന്നത് പ്രസവിച്ചോ എങ്കിൽ പാലുണ്ടായിരിക്കണമെന്നാണ്. ഇല്ലെങ്കിലുണ്ടല്ലോ ഇത് ഏതാണ്ട് ദൈവശാപം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ബോഡി. ഒരു ഹ്യൂജ് ചേഞ്ചിലൂടെയാണ് പോകുന്നത്. അത്രയും ചേഞ്ച് ചെയ്തൊരു കൊച്ചിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതേ വലിയ കാര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ ഡിമാൻഡ് പറയുന്നത് കേട്ടാ തോന്നുന്നു ഇതിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു. അത് 2 കോഫി എന്നൊക്കെ പറയുന്നല്ലേ. ആ തലമുറ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം അവർക്കത് മനസ്സിലായത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ഞാനൊക്കെ എന്ത് കണ്ടിട്ടുള്ള എന്ന് പറഞ്ഞ് ഈ ഒരു പുച്ഛവാ. ആ പുച്ഛം കാണുന്നതിലും ഭേദം അവരോട് സംസാരിക്കാതിരിക്കുന്നതാണ്.
പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുമല്ലോ ഇച്ചിരി അറ്റ കൈയാണ്. ഈ ഒരു തലമുറ, ആ ഒരു ലാസ്റ്റ് തലമുറ അങ്ങോട്ട് പോയി കിട്ടിയ ചിലപ്പോൾ അടുത്ത തലമുറ വരുമ്പോൾ ഇച്ചിരി വീര്യം കുറവുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നതെന്നല്ലാതെ വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. പിന്നെ ഈ റീസെൻ്റ്ലി ഗ്രീഷ്മ ബോസിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഗ്രീഷ്മ ഇങ്ങനെ ഒരു ഫംഗ്ഷന് ചെന്നപ്പോഴത്തേക്കും എന്താ കല്യാണം കഴിഞ്ഞില്ലേ, കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗ്രീഷ്മ തിരിഞ്ഞിട്ട് ചത്തില്ലേ ചോദിക്കുന്ന ഒരു വീഡിയോ. സോ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കോമഡി അടിച്ച് അത് അവിടെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ അതങ്ങോട്ട് കട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ എന്നെപ്പോലെ മിൽക്ക് ഷേമിങ് എന്നൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പം ചിലപ്പം ഇപ്പോഴത്തെ കാലത്ത് തലമുറ കൊണ്ട് അവരുടെ അമ്മമാരെ അമ്മൂമ്മമാരെ ഇത് കേട്ടോ കണ്ടോ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ അവർ കാണിച്ചാൽ ചിലപ്പം തലയിൽ കയറിയാൽ ഒരു പ്രതീക്ഷയില്ല. വലിയ പ്രതീക്ഷ വേണ്ട. ബോഡി ഷേമിങ് ഈ പറഞ്ഞതുപോലെ ബോഡി ഷേമിങ് എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ആളുകൾ സെൻസിറ്റിവിറ്റി ഇച്ചിരി കുറവായിരുന്നു. ഇപ്പം പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഈ മതിലിൻ്റെ മേളിൽ കുറേ ആമ്പിള്ളേരിക്കും. എന്നിട്ട് പറയാം ഉയ്യോ എന്നുവെച്ചാൽ വലിയൊരാൾ വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം നമ്മൾ തിരിച്ചെന്തെങ്കിലും എണീച്ച് പോടാ എന്ന് വല്ല പറയാം, എന്തെങ്കിലും ഒരു ഡയലോഗ് തിരിച്ച് നമ്മൾ അതിനെ കൗണ്ടറായിട്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അവർ പറയുന്നതിന് മുമ്പേ തന്നെ നമ്മളെ തന്നെ ഒരു ഡിഗ്രേഡ് ചെയ്തൊരു കോമഡിയൊക്കെ അടിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരടിക്കുന്നതിലും ഭേദം നമ്മൾ അങ്ങോട്ട് അടിക്കുന്നത്. ഇപ്പം ഞാൻ ചില സമയത്ത് ഈ ടൂറിനൊക്കെ ബസ്സിൽ കയറുമ്പോഴേ ഞാൻ പറയും ഡേ ഫ്രണ്ടിലെങ്ങാനും പോയിരിക്കട്ടെ, ചെറുതുകളൊക്കെ ഫ്രണ്ടിൽ പോയിരിക്കും, ഞാൻ ബാക്കിലോട്ട് വരാണ്, ബസ് പൊങ്ങും അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞ് കോമഡിയാക്കും. അപ്പൊ അവർക്കൊരു അവസരം ഞാൻ കൊടുക്കത്തില്ല, എന്നെ കളിയാക്കാൻ എനിക്കൊരുത്തൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ മതിയെന്ന് പറയും. അങ്ങനെ വേൾഡ് ഭയങ്കര ബോൾഡായിരുന്നു ആ സമയത്ത്. ഇപ്പം ഈ ബോഡി ഷേമിങ് വന്നതോടുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മളൊരു കോമഡി അടിച്ചാൽ പോലും ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അതൊരു ഹൈ ലെവൽ ഡിപ്രഷനിലോട്ടാണ് പോകുന്നത്. നേരെ പോയി തൂങ്ങിച്ചാവും. എന്തിന് നീ കഴിച്ചുണ്ടാക്കിയ വണ്ണം വല്ലവരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ചെന്തെങ്കിലും ഉത്തരം പറയാന്നല്ല, അത് പോയി ചാകാൻ ഞാൻ ഓർക്കുന്നത് ഞാൻ എന്തിനാ പിന്നെ ഇത്രയും കഴിച്ചത്, എന്തുമാത്രം പൈസ, എന്തുമാത്രം ബിരിയാണി ഏത്തക്കാൻ കഴിച്ചത്, ഇതെല്ലാം കൊണ്ട് ഒരു ഫാനിന്റെ മേളിൽ എന്തിനാ ഈ ഭാരം കൊണ്ട് കളയുന്നത്. നല്ലപോലെ പണിയെടുക്കുക, വീണ്ടും കഴിക്കുക, കഴിക്കുക. സൈഡിൽ ഇങ്ങനെ കുറേ കുശുമ്പന്മാരും കുശുംബികളും ഒക്കെ അങ്ങനെ ഓരോന്നൊക്കെ പറയാനൊക്കെ അതൊക്കെ അങ്ങ് വിട്ടുകള, അതൊക്കെ ഒരു സൈഡിൽ നിന്ന് പറയുന്നതാണ്. പിന്നെ ചിലർക്ക് അതൊരു ഭയങ്കര ട്രോമയായിട്ട് ടോർച്ചറിങ് ആയിട്ട് വൈൽഡ് ആയിട്ടൊക്കെ പോകുന്നവരുണ്ട്. പ്ലീസ് ടേക്ക് ആക്ഷൻ. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക. ഓൾസോ ദർ ആർ പീപ്പിൾ ഹു ടോർച്ചർ യു, ടോർമെന്റ് യു. ഫോർ എക്സാമ്പിൾ ഭർത്താവിൻ്റെ വീട്ടുകാർ ഭയങ്കര മോശമായ രീതിയിൽ നമ്മളെ ചെയ്യുന്നു. അതായത് കോമഡി അടിച്ചാൽ അവിടെ ഏക്കത്തില്ല, ദിസ് ഇസ് ടു മച്ച്. ആൻഡ് അത് എന്താ പറയുന്നത്, ഫിസിക്കൽ ആക്ഷൻസ് അബ്യൂസിലേക്ക് പോകുന്നുവെങ്കിൽ പ്ലീസ് വോയിസ് ഇറ്റ് ഔട്ട്. യു ആർ നോട്ട് മെൻ ടു ബി ഇൻ ദാറ്റ് ഫാമിലി, യു ആർ നോട്ട് സേഫ്. അതിന് നിങ്ങൾ അയ്യോ എൻ്റെ അച്ഛനും അമ്മയും ഒത്തിരി കാശ് കൊടുത്തിട്ട് ചാനല്ലല്ലോ പറഞ്ഞു വിട്ടത്. സോ പ്ലീസ് ടേക്ക് ആക്ഷൻസ്. അതൊന്ന്. കോളേജിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പാസിങ് കമൻസ് ആയിട്ടൊക്കെ വിടുന്നുണ്ടല്ലോ, അത് തിരിച്ച് നല്ല കൗണ്ടർ ആക്ഷൻസ് കൗണ്ടർ വേർഡ്സ് ഒക്കെ പറഞ്ഞ് അതിനെ അങ്ങോട്ട് താഴ്ത്തുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഈ ബോഡി ഷേമിങ്ങിനെ മൊത്തത്തിൽ നിർത്താൻ നമുക്ക് പറ്റത്തില്ല. അല്ലെ പിന്നെ വല്ല നിയമം വരണം. അല്ല ഇപ്പൊ നിയമമായി, ഇപ്പൊ ബോഡി ഷേമിങ് ക്രിമിനൽ കുറ്റമാണ്. എത്ര പേര് കൊണ്ടുപോകും അത് കോടതിയിലോട്ട്. കുറച്ച് പേർക്കൊക്കെ ഒരു ഭയങ്കര ബോധമുള്ളവർ വേണമെങ്കിൽ ഇതൊരു കേസ് ഫയൽ ചെയ്ത് പോകും. അല്ലാത്തൊരു നല്ല ശതമാനം ആളുകൾ ഇതിനെ വിട്ടുകളയാനേ സാധ്യതയുള്ളൂ. വിട്ടുകളഞ്ഞിട്ട് വീട്ടിൽ പോയി കരയാനേ സാധ്യതയുള്ളൂ. അപ്പൊ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബോഡി ഷേമിങ് എനിക്കൊരു ഭയങ്കര ജേർണിയാണ്. പിന്നെ എന്നെ ചെറുപ്പം മുതലുണ്ടല്ലോ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് മൈ ഹെയർ. എനിക്ക് എന്നെ തന്നെ ഞാൻ കണ്ണാടി നോക്കും, എന്തൊരു ക്യൂട്ടായി എന്നെ കാണാൻ. ഞാൻ എപ്പോഴും പറയും, ഇപ്പോഴും ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഞാൻ അച്ഛൻ കണ്ടോ നിങ്ങൾക്ക് കിട്ടുമോ ഇതുപോലൊരു പെണ്ണിനെ, എന്ത് സുന്ദരിയാണ്, എന്ത് സ്കിന്ന് കണ്ടോ, ആ മുടി കണ്ടോ. ഞാനാണെങ്കിൽ ഒരു കോസ്മെറ്റോളജി പോലും എൻ്റെ ശരീരത്തിൽ തൊടിയിച്ചിട്ടുള്ള ഒരു ഗ്ലൂട്ടാത്തയോൺ പോലും ഞാൻ ചെയ്തിട്ടില്ല. അല്ലാതെ വന്നിരിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടിയാണെന്ന് പറയുമ്പോൾ അച്ഛൻ. പക്ഷെ ദാറ്റ് ഈവൻ ദോ അത് കോമഡി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ദാറ്റ് ഈസ് മൈ ആറ്റിറ്റ്യൂഡ്. എൻ്റെ മനസ്സിലെ ആഗ്രഹം, എൻ്റെ മനസ്സിലെ എന്നെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡാണത്. അതുകൊണ്ട് അത് ആരെങ്കിലും പറഞ്ഞാൽ അത് പെട്ടെന്ന് തുടങ്ങിയൊന്നും പോകത്തില്ല. കാരണം അത് ഞാൻ എൻ്റെ 4ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ പരിപാടി. അതുകൊണ്ട് അത് പെട്ടെന്നൊന്നും ആ ടവറിനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. സോ ജസ്റ്റ് ലവ് യുവർ സെൽഫ്. ദാറ്റ്സ് ദ ബെസ്റ്റ് മെഡിസിൻ ടു ബോഡി ഷേമിങ്. ആൻഡ് ദ ഫണ്ണി പാർട്ട് ഇസ് ദാറ്റ് ബോഡി ഷേമിങ് ചെയ്യപ്പെടുന്ന ആളുകളില്ലേ, ദേ ആർ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. അതാണ് അതിൻ്റെ രസം.
അവരാണ് ഈ കരഞ്ഞോണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ അവർക്ക് ഈ സ്കിന്നിനെയാണോ ബോഡി ഷേപ്പ് ചെയ്തത്, ഈ മുടി, ഈ പിരികത്തിനെ, എന്നിട്ട് അത് വിശ്വസിക്കുകയും ചെയ്തു. ഇത് മണ്ടിയാണോ അതോ മണ്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ? ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ ബട്ട് ഷീ ഈസ് ബിലീവിങ് ദാറ്റ് ഷീ ലുക്സ് അഗ്ലി. ഐ എം ലൈക്ക് വൈ വുഡ് യു ഡു ദാറ്റ്? വെസ്റ്റേഡ് പോയി കുറച്ച് ഡ്രസ്സ് എടുത്തൂടെ, എന്നിട്ട് നല്ലപോലെ സ്റ്റൈലൊക്കെ ചെയ്ത് കുറച്ച് മാലയൊക്കെ ഇട്ട എന്ത് രസമാണ് കാണാൻ. യു ക്യാൻ എൻഹാൻസ് യുവർ ബ്യൂട്ടി. വൈ വുഡ് യു ബിലീവ് that blind it can make you. അത്രമാത്രം ബ്ലൈൻഡ് ആക്കാൻ പറ്റുന്ന പവർഫുൾ ആയ ഒരു സാധനം കൂടിയാണ് ബോഡി ഷേമിങ്. ഇഫ് യു ബിലീവ് ഇറ്റ്. ഇഫ് യു ഡോണ്ട് ബിലീവ് ഇറ്റ്, ഇറ്റ് ഹാസ് നോ പവർ. അത് അങ്ങനെ കൊഴിഞ്ഞ് ഈ പൊട്ടിന്റെ ബാക്കിലുള്ള സ്റ്റിക്കർ വലിച്ച് താഴോട്ട് ഇടുന്നത് പോലെ അത് അങ്ങനെ അങ്ങ് പൊയ്ക്കോളൂ. പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്, ജനിക്കുന്നു, നാട്ടുകാരെന്ത് വിചാരിക്കും, മരിക്കുന്നു. ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടി വലിയൊരു സത്യമാണ് വീട്ടുകാരെന്ത് പറയും. അയ്യോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ വീട്ടിൽ കേട്ടൂല, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ബോഡി ഷേമിംഗ് ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചില ആൾക്കാർ ഫേസ് ചെയ്യുന്ന വീട്ടിൽ നിന്നാണ്. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് എനിബഡീസ് ബുൾഷിറ്റ്. അതിപ്പോൾ ഇൻക്ലൂഡിങ് ഫാമിലി ആണെങ്കിൽ പോലും. സ്വന്തം അപ്പനും അമ്മയും ആങ്ങളെയുമായാലും ഒരു പരിധിക്കപ്പുറം വരെ ഒരു രീതിയിലും സെൻസ് അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, സ്പെഷ്യലി ടോർച്ചറിങ് ആണെന്നുണ്ടെങ്കിൽ, യു ഓൾവേസ് ഹാവ് ടു വോയിസ് ഇറ്റ് ടു ദി അതോറിറ്റീസ് എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ what do you think will the public's reaction എന്തായിരിക്കും? അമ്മ പറയാൻ പാടില്ല, അച്ഛനെ ഒട്ടുമേ പറയാൻ പാടില്ല, അവര് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇതേ പബ്ലിക് നാളെ സ്വന്തം അച്ഛൻ കൊച്ചിനെ കൊന്ന് ആറ്റിലെറിഞ്ഞാലും റിയാക്ട് ചെയ്യും. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, there are good parents, there are also bad parents. അത് സമ്മതിച്ചേ പറ്റൂ. ആൻഡ് വി നോ വാട്ട് ബാഡ് പേരൻസ് ആർ കേപ്പബിൾ ഓഫ്. അവരെന്ത് കേപ്പബിൾ ആണെന്നുള്ളത് നമുക്കറിയാം. പട്ടിക്കൂടിനകത്ത് കൊച്ചിനെ പൂട്ടിയിട്ടിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, അവിടെ അച്ഛനും അമ്മയുമാണ്, അതുകൊണ്ട് ഞാനിത് അനുഭവിക്കണമെന്ന് പറഞ്ഞ് പട്ടിയുടെ തൊടലിൽ 10-25 ദിവസം ഇതിനകത്ത് കിടക്കണോ, പട്ടിക്കൂടിനകത്ത് കിടക്കണോ? ഓർ ഡു ദി അതോറിറ്റീസ് ഹാവ് ടു ബി, അവരെ വിളിച്ചറിയിക്കണോ എന്നുള്ളതാണ് മൈ ക്വസ്റ്റ്യൻ ടു യു. ഇസ് ദാറ്റ് ചെയ്യണോ വേണ്ടയോ? ചെയ്യണം, ഡെഫിനറ്റ്ലി ചെയ്യണം. സോ മൈ തിങ് ഇസ്, പബ്ലിക്കിന് 24 ന്യൂസ് ആണ്. അവർ 24 മണിക്കൂർ അവരുടെ തലയിൽ കൂടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. അത് അവരുടെ മാത്രം പ്രശ്നമല്ല. വെൻ ദേ ആർ ഫ്രസ്ട്രേറ്റഡ്, അവർക്ക് അവരുടെ കഥയിൽ ഒന്നും ഇല്ലെങ്കിൽ വെല്ലവരുടെ കഥയ്ക്കകത്ത് തലയിടുക എന്നുള്ളതാണത് അവരുടെ മെയിൻ ഡ്യൂട്ടി. ടു ബി വെരി ഫ്രാങ്ക്, നമ്മളും കുറച്ചൊക്കെ ചെയ്യാറുണ്ട്. വലിയ തോതിലല്ലെങ്കിലും അത്യാവശ്യം ഈ പറയുന്ന ബിച്ചിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ബാക്ക് ബിച്ചിങ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട്. അവനവൻ്റെ വീട്ടിൽ സ്വകാര്യതയിൽ എല്ലാവരും ചെയ്യുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ദാറ്റ്സ് ബിയോണ്ട് കൺട്രോൾ. പക്ഷെ ഇഫ് യു ആർ really tortured, if you are abused by words or physically abused to an extent അത് ലീഗൽ പോലും അല്ലാത്ത രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, either you should voice it, അല്ലെങ്കിൽ ഇത് കണ്ടോണ്ട് നിൽക്കുന്ന വേറെ ആരെങ്കിലും, that could be your neighbor, നമ്മുടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള റിലേറ്റീവ്, വീട്ടിൽ വന്നിട്ട് ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ വോയിസ് ഔട്ട് ചെയ്യുക. അതിലൊരു മടിയും കാണിക്കേണ്ട. അയ്യോ അച്ചാച്ചൻ എന്നാ വിചാരിക്കും, അമ്മാച്ചൻ എന്നാ വിചാരിക്കും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. the child is not safe there, then please let the authorities know about it. അത് സിമ്പിൾ ഇസ് ദാറ്റ്. എൻ്റെ കല്യാണത്തിന് എൻ്റെ പേരൻസ് പറഞ്ഞൊരു കാര്യമാണ്, നീ ഇവരെ കല്യാണം കഴിച്ചാൽ ഞങ്ങൾ തൂങ്ങിച്ചാവുമെന്ന്. ഡു യു തിങ്ക് എൻ്റെ അപ്പൻ തൂങ്ങിച്ചാവുമെന്ന്? എൻ്റെ അപ്പൻ ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ആണ്. ആ മനുഷ്യനെ മമ്മിക്ക് ഒറ്റയ്ക്ക് പോക്കാൻ പോലും പറ്റത്തില്ല. അവർ രണ്ടുപേരും കൂടെ തൂങ്ങിച്ചാത്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. എൻ്റെ മമ്മിക്ക് ഒറ്റയ്ക്ക് നിന്ന് ഫാൻ ക്ലീൻ ചെയ്യാൻ എൻ്റെ മമ്മി ഫാൻ തുടയ്ക്കുന്നത് പോലും ഒരാളെ കൂടെ വിളിച്ചിട്ടാണ്. ആ ടേബിളിൽ നിന്ന് താഴെ വീഴുമെന്ന് പേടിച്ചിട്ട് ആ മമ്മി തൂങ്ങിച്ചാവുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു, പ്ലീസ് ഗോ ഹെഡ്. നിങ്ങൾക്ക് എൻ്റെ തീരുമാനത്തിൻ്റെ എൻ്റെ ഒരു ചെറിയ തീരുമാനത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും ജീവിതവും കുഞ്ഞുങ്ങളും അവരുടെ സന്തോഷവും ഒക്കെ തൊലയ്ക്കാനാണ് താല്പര്യമെങ്കിൽ പ്ലീസ് ഗോ ഹെഡ്. ആരാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇപ്പം ഞാനിപ്പം ഇത് ചെയ്തില്ലെങ്കിലും നാളെ അവർ ചെയ്താൽ ഞാൻ അറിയുമോ? ഇല്ല. അപ്പം പിന്നെ പോയി എന്താന്ന് വെച്ചാൽ ചെയ്തു. മൈ മോം വാസ് ഷോക്ക്ഡ്. ഞങ്ങൾ ചാകുമെന്ന് പറഞ്ഞിട്ട് പോലും നിനക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വയസ്സായി, നിങ്ങളുടെ ഒരു നല്ല സമയം കഴിഞ്ഞു, ഇനിയും മക്കളുടെ സന്തോഷം നോക്കേണ്ടതാണ്. നിങ്ങൾ പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചിട്ട് നിങ്ങളുടെ സന്തോഷത്തോടെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ വർഷവും ഐ വിൽ റിഗ്രറ്റ് ദിസ് ഡിസിഷൻ. ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദിസ്. ഐ വിൽ വെയിറ്റ് ഫോർ യു. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, ഞാൻ മമ്മിയും ഡാഡിയും സമ്മതിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാൻ തോന്നി. അതിന് അവർ ഫൈനലി സമ്മതിച്ചപ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ചത് കേട്ടോ. അവരിങ്ങനെയാ പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് വരത്തില്ല, പക്ഷെ നീ നിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല,
ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. സോ ഐ ഹാഡ് മൈ വേസ്, ബട്ട് ഐ വിൽ നോട്ട് ഫോൾ ഫോർ ത്രെറ്റ്സ്. പ്രത്യേകിച്ച് ആത്മഹത്യ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. ഒരു സംഭവമുണ്ട്. ഇപ്പൊ നമ്മള് ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ, അതായത് കല്യാണ പ്രായം അങ്ങോട്ട് എത്തുമ്പോൾ ആൾക്കാർ കെട്ടിക്കുന്നില്ലേ, എന്നാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ആരും ആ സാധനത്തോട് മൈൻഡ് പോലും ചെയ്യത്തില്ല. അത് ചെയ്യത്തില്ല. കെട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ 60 പെണ്ണിന് 40 ആണേ ഉള്ളൂ. ഈ എവിടെ പോയി ഉണ്ടാകും ഈ ആമ്പിള്ളാരെല്ലാം കൂടെ? ഇത് കൊള്ളാമല്ലോ. ആ 40 ആമ്പിള്ളാരിൽ നല്ലൊരു ശതമാനം ആളുകൾ വെള്ളം അടിച്ച് നടക്കുക, അല്ലെ വേറെ എന്തെങ്കിലും കഞ്ചാവായിരിക്കും, അല്ലെ ബോധമേ ഇല്ലായിരിക്കും, ഇല്ല എവിടെയെങ്കിലും കിടക്കായിരിക്കും, അല്ലെങ്കിൽ ജോലി ചെയ്യണമെന്നോ. അതിൽ തന്നെ ഒരു നല്ല ശതമാനം ആളുകൾക്ക് കല്യാണവും കഴിക്കണ്ട എന്ന താല്പര്യം. ദേ വുഡ് ലൈക്ക് ടു ജസ്റ്റ് എൻജോയ് ദെയർ ലൈഫ് ആണ്. അപ്പൊ ആരുമില്ല. എന്നാ വേറെ രാജ്യത്ത് നിന്ന് പോയി കല്യാണം കഴിച്ചു, അവിടുത്തെ മോൾ അങ്ങ് വിദേശത്തുനിന്ന് ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ വേറെ സ്ഥലങ്ങളിൽ പോകുന്നത്. വേറെ സ്റ്റേറ്റിൽ പോയിട്ട് കിട്ടുന്നില്ല, അപ്പോഴാണ് വേറെ രാജ്യങ്ങളിൽ പോകുന്നത്. ഇപ്പം എന്താണ്ട് കൊറിയക്കാരെ കല്യാണം കഴിക്കുകയാണ്. കൊറിയൻസിനാണെങ്കിൽ നോക്കിയിരിക്കണം, അവർക്ക് ആത്മാർത്ഥതയുള്ള വെച്ച് വിളമ്പി കൊടുക്കുന്ന നല്ല പിള്ളേരെ കിട്ടാൻ. കൊറിയയിൽ അത് കിട്ടാനില്ല. അപ്പോൾ അവർ മലയാളികളെ കെട്ടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ. അതിന് അവരിഷ്ടം പോലെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. കൊറിയൻ മല്ലൂസ് ഒത്തിരി പേരില്ലേ, ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇപ്പം അങ്ങനെ കല്യാണം കഴിക്കുന്ന, അവിടെ പോയി പുറത്ത് പോയി കല്യാണം കഴിക്കുന്നവർ. സോ ഇപ്പം ഈ ചോദ്യത്തിനൊരു പ്രസക്തി ഇല്ല. ഈ കല്യാണം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, കല്യാണം കഴിക്കാൻ ഒരാളെൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും വേണ്ടുമല്ലായിരുന്നു. ഇത് കല്യാണം കഴിക്കുന്നില്ലെന്ന് ചോദിക്കുന്നവരോട് തിരിച്ചങ്ങോട്ട് ചോദിക്കണം, ഉണ്ടോ ആള്, കാണിക്ക്, എന്നാ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്ന് പറയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഡീൽ ചെയ്ത് വിടുക എന്നല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ച് വലിയ മാർഗ്ഗമൊന്നുമില്ല. വാ അടയ്ക്കാൻ വലിയ പാടാണ്. അതേസമയം തന്നെ അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ പേരൻസ് കണ്ടുപിടിച്ച് അറേഞ്ച്ഡ് മാരേജ് കല്യാണം കഴിച്ചവർ അവിടെ ടോർച്ചർ അനുഭവിക്കുമ്പോൾ ആ പേരൻസ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് പത്രത്തിൽ ഒരു ദുബായിലും കണ്ട ഒരാൾ ലൈക്ക് സൂസൈഡ് ചെയ്ത കേസില്ലേ. എല്ലാവരും ആഗ്രഹിക്കുന്നത് കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുക്കൻ, നല്ല ജോലിയുള്ളവർ, നമ്മുടെ തന്നെ സമുദായത്തിലുള്ള ഒരു പയ്യനെ കൊണ്ട് കെട്ടിക്കാവുന്നതാണ്. നമ്മൾ പറയത്തില്ലേ, ഈ ഒരു വലിയ ചരുവ നിറച്ചും ചിക്കൻ കറി ഇരിപ്പുണ്ട്, ഇതിനെ നമ്മൾ ഈ കുഞ്ഞു പാത്രത്തിലോട്ട് ആക്കാനെന്ന് പറയുമ്പോൾ നമ്മൾ പറയും ആക്കും, കുഴപ്പമൊന്നുമില്ല, പകുതി താഴെ ആയിരിക്കും കിടക്കുന്നത്, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. കാരണം വലിയ പാത്രങ്ങൾക്ക് അതുപോലെ തന്നെ ആ കൊള്ളിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിനകത്ത് ആക്കിയിട്ട് വേണമല്ലോ ഫ്രിഡ്ജ് വെക്കുന്നത് എന്നും പറയുന്നില്ല. ചിലത് പറ്റത്തില്ല, എന്നാലും ഇടിച്ച് കുത്തി അതിനകത്ത് കയറ്റും. അന്നേരം കുറച്ച് സ്പില്ലേജുകൾ ഉണ്ടാവും. അതാണ് ഈ പല ക്യാരക്ടർ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. കോമ്പാറ്റബിലിറ്റി ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് സമുദായം, നത്തിങ് ടു ഡു വിത്ത് മണി, നത്തിങ് ടു ഡു വിത്ത് വർക്ക്. ഇറ്റ്സ് ഓൾ അബൌട്ട് മനസ്സിനിണങ്ങിയ ഒരാള്. എൻ്റെ മനസ്സിനിണങ്ങിയ ആളാണ് താടിക്കാരൻ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ കണ്ടോ ഒരു കിങ്ഡം ഉണ്ടായി അവിടെ. ആ കിങ്ഡം എന്ന് പറയുന്നത് അവിടെ ഐഡിയാസ് ഉണ്ടായി. പരസ്പരം ഒരു കോഫിയുടെ പുറത്തിരുന്ന് നമ്മൾ കോഫി കുടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനൊരു സ്പേസ് ഉണ്ട്. അച്ഛനും അമ്മയും കൊണ്ടുവരുന്ന പല കല്യാണങ്ങൾക്കും കോഫി കൊണ്ട് കൊടുക്കുമ്പോൾ എന്തോ നടി കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണോ ഈ കോഫി ഉണ്ടാക്കുന്നത്, ഇവിടെ കോൺവെർസേഷൻ നടക്കും. കോൺവെർസേഷൻ നടക്കാത്തിടത്തോളം കാലം ഹൗ വിൽ എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഗ്രോ, ഹൗ വിൽ ദേ പ്ലാൻ? ഇറ്റ്സ് എ ടു വേ. ചില കോമ്പാക്റ്റബിലിറ്റി ഇല്ലാത്ത ഭയങ്കര രസമൊക്കെ കാണാൻ. വെഡിങ് ഒക്കെ കാണാം, നിങ്ങൾ ചെയ്യുന്ന ആണല്ലോ, കോടികൾ മുടക്കി. വെഡിങ്ങിനകത്തൊക്കെ എന്താണ് പറയുന്നത്, ഭയങ്കര കിടിലൻ ഗൗണാണ്, പയ്യൻ നെറ്റിയിൽ കിസ് ചെയ്യുന്നു, പെണ്ണ് വറുത്ത് വെച്ചിട്ടുണ്ട്, എവറിത്തിങ് ഇസ് ദേർ. പക്ഷേ ദ ഗായ് ഡസ് നോട്ട് വാണ്ട് ദ ഗേൾ ടു വർക്ക്. ആ അത്രയും കോടികളെ വെള്ളത്തിൽ വരച്ച വരയാണ് മോനെ അത്. ഒന്നുമില്ലത്. കോമ്പാറ്റബിലിറ്റി ഈസ് വെൻ യു സേ, എടാ ഐ ഹാവ് മൈ ഓൺ വേൾഡ്, ഞാനത് വളർത്തിക്കൊണ്ടിരിക്കാം, പക്ഷേ ഐ ഡോണ്ട് വാണ്ട് യു ടു സിറ്റ് ഡൗൺ ലൈക്ക് ദിസ്, യു ഷുഡ് ഓൾസോ വർക്ക്. ദർ ഇസ് എ ഷോപ്പ് കോൾ തെരേസ, ഇറ്റ്സ് ഇൻ തൊടുപുഴ. ഓക്കെ, ഞാൻ അവരുടെ വീഡിയോ ചെയ്തായിരുന്നു. എന്ത് ഷോപ്പാണ്? ഇറ്റ്സ് ഹ്യൂജ് ബൊട്ടീക്ക്. ഇറ്റ്സ് ലൈക്ക് ഒരു കല്യാൺ സിൽക്സ് പോലത്തെ ഒരു വലിയ 3-4 നിലയുള്ള ഒരു വലിയ ബൊട്ടീക്കാണ്. They started ഒത്തിരി ബാക്കിൽ അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. വെൻ ഷീ ഗോട്ട് മാരിഡ്, തെരേസയുടെ ഓണർ, വെൻ ഷീ ഗോട്ട് മാരിഡ് ടു ദിസ് ഫാമിലി, ആ ഫാമിലിയിലേക്ക് മാരേജ് ചെയ്തപ്പം ദ ഹസ്ബൻഡ്സ് ഫാദർ ആൻഡ് മദർ, ദ ഫാദർ ഇൻ ലോ ആൻഡ് ദ മദർ ഇൻ ലോ പറഞ്ഞു, ഒരു ചെറിയ നാടാണ്, നമ്മൾ നല്ല ഫാമിലിയൊക്കെ നല്ലതാണ്, ചെറിയൊരു നാടാണ്, ഇവിടെ ഇരിക്കാമെങ്കിൽ ഈ വീട്ടിലിരുന്ന് പോവും, അതേ സമയത്ത് പുറത്തിറങ്ങുവാണെങ്കിൽ ഭയങ്കര ഗ്രാൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. ദ ഫാദർ ഇൻ ലോ ആൻഡ് ദ മദർ ഇൻ ലോ സെഡ് ദാറ്റ്. ആൻഡ് അവർ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത ബിസിനസ്സാണ് ഇന്നൊരു വലിയ എംപയറായിട്ട് തൊടുപുഴയിലിരിക്കുന്ന തെരേസ. ദ ഹസ്ബൻഡ് ആൻഡ് ദ ഹസ്ബൻഡ്സ് ഫാമിലി സെഡ്, വീട്ടിലിരുന്ന് വീട്ടമ്മ ആവാനല്ല നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചുകൊണ്ടത്, ഇറങ്ങി ബിസിനസ് ചെയ്യും. എന്ന പവറാണ്. അതാണ് മോനെ, അതാണ് ഫാമിലി. ദാറ്റ് ഇസ് കോൾഡ് ഫാമിലി.
ദാറ്റ് ഇസ് ബിക്കോസ് ദർ ഇസ് എ കോമ്പാറ്റബിലിറ്റി ഇൻ ദ ഹസ്ബൻഡ് ആൻഡ് ദ വൈഫ്. അപ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ദ ഹസ്ബൻഡ് ഓൾസോ ഇൻക്ലൂഡ്സ് നീ കൊണ്ടുപോവാ, പിന്നെ അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, നിനക്കറിയാമല്ലോ നീ കൊണ്ടുപോവാ, അങ്ങനെ പറയും. ദർ ഇസ് ഓൾവേസ് ദാറ്റ് തിങ്. അവിടെ ഹസ്ബൻഡ്സ് വിൽ നെവർ ഫീൽ ജെലസ് ബിക്കോസ് ദ വൈഫ്സ് സക്സസ് ഈസ് ഓൾസോ ദ ഹസ്ബൻഡ്സ് സക്സസ്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നത്. വല്ലവരും എവിടെങ്ങാണ്ട് ചെയ്തൊരു ആക്ട് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സക്സസ്. ആക്ച്വലി ദാറ്റ് ഇസ് ഹൗ യു ബിക്കം. അതാണ് കോമ്പാറ്റബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. സമുദായം, മണി, ഓൾ ഓഫ് ദിസ് തിങ്സ് നമുക്ക് നമ്മുടെ ഫാമിലിയെ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇഫ് യു വാണ്ട് എ ലൈഫ് ടു ഡെവലപ്പ് ആൻഡ് ഗ്രോ, ഈ പറഞ്ഞ സാധനം മനസ്സിനിണങ്ങിയ ഒരാൾ വേണം. ആ മനസ്സിനിണങ്ങിയ ആൾക്ക് ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടാവത്തില്ല, ചിലപ്പോൾ ജോലിയേ ഉണ്ടാവത്തില്ല. പക്ഷെ അയാളും ഈ വ്യക്തി, ഈ പെങ്കൊച്ചും കൂടെ ചേർന്നാൽ കോംബോ ഭീകരമായിരിക്കും. ആ കോംബോ ഭീകരമാണ്. നമ്മൾ അറിയത്തില്ല, ഈ ചില ചിക്കന്റെ കൂടെ ചില കോംബോസ് വരുമ്പോൾ ചില കോംബോസ് വന്നു കഴിയുമ്പോഴത്തേക്കും Vibe set ആവുമെന്ന് പറയുന്നു. എൻഹാൻസ്ഡ് ആവുമെന്ന് പറഞ്ഞ പോലെ ചില കോംബോസിന്റെ പ്രത്യേകത. ഇനിയും ചില കോംബോസ് ചേർന്നാലുണ്ടല്ലോ ലോകമഹായുദ്ധം ഉണ്ടാവുകയും ചെയ്യും. അതും കോമ്പാറ്റബിലിറ്റിയുടെ വേറൊരു പ്രശ്നമാണ്. ദർ ഇസ് എ നെഗറ്റീവ് സൈഡ് ടു ഇറ്റ്, ദർ ഇസ് ഓൾസോ പോസിറ്റീവ് സൈഡ് ടു ഇറ്റ്. അതിനിപ്പം ഈ ജെൻസി പിള്ളേർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, വൈബ് ചെക്ക് എന്ന് പറയുന്നത്. there is something which is called vibe check. If you are in a vibe, ആ മൂഡ്, ആ വൈബിനോട് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും കൂടെ ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് ഓൾസോ വൈബിങ്, ദെൻ ഇറ്റ്സ് കോൾഡ് എ വൈബ് ചെക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ചില കിടില പാട്ടുകൾ വെക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപ്പച്ചൻ വന്ന് കിടില മൂവ്സ് ഒക്കെ കൊടുക്കും. ഹീസ് ആക്ച്വലി വൈബിങ്, ഹീസ് വൈബ് ചെക്കിംഗ് ടു ദാറ്റ് മ്യൂസിക്. ആ മ്യൂസിക്കിനോട് പുള്ളിക്ക് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വൈബ് ചെക്ക്. ലാംഗ്വേജിന്റെ കാര്യമാണ്. നമ്മുടെ ലാംഗ്വേജിൽ കുറെ പുതിയ വാക്കുകൾ, ജെൻസി ലാംഗ്വേജസ് വന്നിട്ടുണ്ട്. ഇപ്പം എന്താ പറയാ, റിസ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലത് കേൾക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടാണോ മനസ്സിലാവാഞ്ഞിട്ടാണോ? ഇപ്പൊ പുതിയ പുതിയ വേർഡ്സ് ആണ്. there is a word called a girls dinner എന്ന് പറഞ്ഞിട്ട്. ഗേൾസ് ഡിന്നർ ഗേൾസ് ഡിന്നർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഒന്നും കുക്ക് ചെയ്യാനൊന്നും മേലെ ഒരു അച്ചപ്പം എടുക്കുന്നു, ഒരു ഏത്തക്ക പൊളിക്കുന്നു, കുറച്ച് മിച്ചർ ഇടുന്നു, പിന്നെ ഫ്രീസറിനകത്തു നിന്ന് ഒരു സോസേജ് എടുത്ത് പെട്ടെന്നൊന്ന് സോർട്ട് ചെയ്തെടുക്കുന്നു. അത് മൊത്തം കഴിക്കുന്നതാണ് ഗേൾസ് ഡിന്നർ. അതായത് പണിയെടുക്കാൻ കഴിയാതെ വരുമ്പം സ്നാക്കിങ് എന്നാണ്. ഞാനിതിനോട് എതിർപ്പാണ്. എൻ്റെ ഗേൾസ് ഡിന്നർ ഇങ്ങനെ ഒന്നുമല്ല. എന്റെ ഗേൾസ് മിനിമം 5 പൊറോട്ട. എനിക്ക് എന്റെ ഗേൾസ് ഡിന്നർ എന്ന് പറഞ്ഞാൽ നല്ല ചോറും അവിയലും ചിക്കൻ കറിയും പപ്പടവും ഇച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. ഇതാണ് ആര് കഴിക്കുന്ന മിച്ചറും അച്ചപ്പവും ഒക്കെ ഇത്. പക്ഷെ ദാറ്റ് ഇസ് ദിസ് കോൺസെപ്റ്റ് കോൾഡ് ഗേൾസ് ഡിന്നർ. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഒരു കണക്കിനത് നല്ലതാ. ബിക്കോസ് പണ്ട് കാലത്ത് ചില വേർഡ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഇപ്പൊ അതിനൊക്കെ ഓരോ വേർഡ്സ് ഇടുവല്ലേ. നാളെ നിങ്ങൾ ഓരോന്നങ്ങ് ഇട്. ഒരു വാക്കുണ്ട്, ഡ്രൈ ടെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് ഭയങ്കര വെറുപ്പീര് സാധനമാണ്. എന്ത് സംഭവം? നീ ഒരു വലിയ ഒരു മെസ്സേജ് അയക്കുകയാണ്. എടാ, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത്, ഞാനിങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാനിങ്ങനെ പെട്ടെന്ന് അവളെ കാണുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ആ ഒരു അവസരത്തിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് ആ പോയ ഡിപ്രഷൻ എല്ലാം തിരിച്ചു വന്നതുപോലായിരുന്നു. എനിക്കതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റിയില്ല. ഞാനൊരു ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ ഞാൻ ഒരിടത്ത് നിന്ന് പോയി. ഒരു വല്ലാത്ത സ്റ്റേജാണ്. അത് പറഞ്ഞാൽ എനിക്ക് അറിയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മെസ്സേജ് അയക്കുകയാണ്. ഉടനെ അപ്പുറത്തുനിന്ന് തീർന്നു. ഇതിന്റെ ഒരു മലയാളം വേർഷൻ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഇല്ല. വലിയ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് പറയും. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് അയിന് അന്നേരം തന്നെ ഷേപ്പ് മാറ്റാത്തത് നമുക്ക്. ചേച്ചി, എന്താണ് നാനോഷിപ്പ്? നമ്മൾ ബ്രേക്കപ്പിലിരിക്കുക. സോ ബ്രേക്കപ്പിലിരിക്കുകയാണ്, എന്നാൽ ഉള്ളിൽ ഒരു ആഷിക്കി 2 ഇങ്ങനെ തളച്ചോണ്ടിരിക്കുക. ആഷിക്കി 2 ഉണ്ട്. ആഷിക്കി 2 തുടങ്ങിയപ്പോഴേ മറ്റേ ബന്ധം തീർന്നും പോയി. ഇതിനി എവിടെ കൊണ്ട് കളയണം എന്നും അറിയത്തില്ല. അന്നേരം ഉണ്ട് ഒരു സുമുഖനായ നമ്മുടെ ബെസ്റ്റിയോ അല്ല നമ്മുടെ ഒരു ഫ്രണ്ടോ മുന്നിലിരിക്കുന്നത്. കുറച്ചേരം അവൻ്റെ കൂടെ ഫ്ലേർട്ട് ചെയ്യാം. പക്ഷെ ഇത് എവിടെ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത മെയിൻ ലൈനിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ട്രയൽ അല്ല എന്താ പറയുന്നത്, ഒരു ഇന്റർവെല്ലാണിത്. നമ്മൾ ഇന്റർവെല്ലിന് പോപ്കോൺ ഒക്കെ വായിക്കാൻ പറ്റില്ല. ആ പ്രീ വർക്കറ്റ് ഡിന്നർ പോലെ അങ്ങനത്തെ ഒരു ചെറിയ ബന്ധമാണ്. അത് അവനും അറിയാം, ഇവർക്കും അറിയാം. ദാറ്റ് ഇസ് പ്യുവർ ഫ്ലർട്ടിങ്. ഇറ്റ്സ് നോട്ട് ഗോയിങ് എനിവെയർ. പ്രോബബ്ലി ഇത് ഫിസിക്കൽ റിലേഷനിലോട്ട് വരെ പോകും. പക്ഷെ ഇറ്റ്സ് നോട്ട് സീരിയസ്. നാനോയാ പ്രോബബ്ലി ഫോർ ഫ്യൂ ഡേയ്സ്. അടുത്തൊരാളെ എരയെ കിട്ടുന്നിടം വരെ എല്ലാം പറഞ്ഞുള്ള. പിന്നെ നമ്മൾ തമ്മിൽ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ, അതുകൂടെ പറയണം. ഇപ്പൊ നമ്മൾ ജെൻസികൾ കുറേ ഇംഗ്ലീഷ് വാക്കുകളും സംഭവങ്ങളും ഒക്കെ ഇറക്കുന്നുണ്ട്. സപ്പോസ് നമ്മുടെ ഷേക്സ്പിയർ അണ്ണൻ
നമ്മുടെ ഈ മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന് ഈ മാവേലി വരുന്നവരൊന്ന് വന്ന് ഈ വാക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്ത് തോന്നും? ഇതിന് വേണ്ടിയാണോടാ ഞാൻ 10-12 വാർഡ്സ് അക്ഷരങ്ങളുള്ള വേർഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഹീസ് ദ വൺ ഹു ആക്ച്വലി മെയ്ഡ് വൺ ഓഫ് ദ ലോങ്സ്റ്റ് വേർഡ് ഹോണറിഫിക്കാബിലിറ്റൂഡിനിറ്റാറ്റിബസ്. ഓണർ ഇല്ലേ, ഓണർ എന്നുള്ള വേർഡ് പുള്ളി ഉണ്ടാക്കിയതാണ് ഹോണറിഫിക്കാബിലിറ്റൂഡിനിറ്റാറ്റിബസ്. പുള്ളി പറയും, ഓ റിസം സ്കിബിഡിയും ഒക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ എഴുതേണ്ട കാര്യമുണ്ടായിരുന്നു. ഇപ്പം ശശി തരൂർ പോലെ ഇപ്പൊ നമ്മൾ ജെൻസിയിലെ ചില കാര്യങ്ങൾ പുതുതായിട്ട് കേൾക്കുന്ന പോലെ ഇതുപോലുള്ള കുറെ വാക്കുകളുണ്ടല്ലോ പുള്ളി പറയുന്ന പോലെ. സാധാരണ എല്ലാ ആൾക്കാർക്കും അത്രയും ലാംഗ്വേജിന് മീൻസ് അത്രയും അതിന്റെ അർത്ഥം അറിയണമെന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് ഈ പറയുന്ന വാക്കുകളൊക്കെ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് 100% അതൊരു 20% പേർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു ശതമാനം ഉണ്ടല്ലോ, ഇവർക്ക് വേണ്ടിയിട്ട് ഇത് പഠിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ലെവലിലോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് സിമ്പിൾ ഇംഗ്ലീഷ് അല്ലേ എല്ലാവർക്കും ഏറ്റവും സൂട്ട് ആവുന്ന ഒരു സാധനം. അങ്ങനെ പറയാൻ പറ്റില്ല. അതിനാണല്ലോ സൂസമ്മ ടോക്സ് ഉള്ളത്. ഞാൻ പിന്നെ എന്തിനായിരിക്കുന്നത്? ഞാൻ എന്തിനാണ് ഇത്ര വേഷം കിട്ടിയടോ അന്നേ? എൻ്റെ വീഡിയോസ് നിങ്ങളും കൂട്ടി ഇട്ട് കൊടുക്കുക, അവർ പഠിക്കട്ടെ. നമ്മൾ ഈ 4 മണിക്കാറ്റിലൊക്കെ പോകുമ്പോഴുണ്ടല്ലോ ഈ 50-60 ഒക്കെ വയസ്സുള്ളവർ വന്നിട്ട് പറയും, സുസുമേ കഴിഞ്ഞ ദിവസം തോട്ടിട്ട് ഇംഗ്ലീഷ് ഞങ്ങൾ പഠിച്ചു കേട്ടോ എന്ന്. ദേ കമൻറ്റ് ഫ്രൂട്ട് പിക്കർ എന്നൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ പറയും, അത് വന്ന് പറയും ഞങ്ങൾ പഠിച്ചു കേട്ടോ ആ വേർഡ്. അവർ ആമസോണിലുണ്ട് ഇതിൻ്റെ മലയാളം. ആമസോണിൽ മലയാളം അടിച്ചു കൊടുത്താൽ മതി. എന്നാ പിന്നെ അവർ ആരായിരുന്നെ ആമസോണിനകത്ത് കയറി നോക്കാൻ അവർക്ക് അറിയാമായിരുന്നെങ്കിൽ അവർ വീഡിയോസ് അതോട് കണ്ടു പഠിച്ചു. ആൻഡ് ദേ കെയിം ആൻഡ് ദേ സെഡ് ദാറ്റ് വെരി അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഭയങ്കര സംഭവമാണത്. അങ്ങനെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. പഠിക്കാൻ പറ്റാത്തൊന്നുമില്ല, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അവർക്കും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞ് വേണം അത് കൊണ്ടുപോകാൻ. വലിയ സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങോട്ട് വന്ന് സ്റ്റേജിൽ നിൽക്കുന്ന പോലെ നിന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പുച്ഛമായിരിക്കും. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തോട്ടി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുമല്ലോ. 70 years ഉള്ള ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഷീ ഈസ് ഗോയിങ് ടു US ആൻഡ് ഷീ വാണ്ട്സ് 2 things. 2 കാര്യങ്ങളാണ്. ഒന്ന്, കൊച്ചുമക്കളോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ വേണം. ആൻഡ് ദെൻ ഷീ വാണ്ട്സ് ടു ലേൺ സംതിങ് വിച്ച് ഇസ് കോൾഡ് ടേബിൾ എറ്റിക്കറ്റ്സ്. ബിക്കോസ് പാർട്ടീസിനൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഫോക്ക് യൂസ് ചെയ്യേണ്ടത്, നൈഫ് യൂസ് ചെയ്യേണ്ടത്, ഒരു ഡീസൻറ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ആൻഡ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. ഇൻ US നമ്മൾ അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് ലീഗൽ ടു കം നിയർ ടു എ പേഴ്സൺ വെരി ക്ലോസ്. ചില മലയാളി സംസാരിക്കുമ്പോൾ എന്തുണ്ട് വിശേഷം, യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. ബെല്ലടിക്കുമ്പം നമ്മൾ ബെല്ലടിച്ചതിന് ശേഷം ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് നിന്ന് വെയിറ്റ് ഫോർ ദ ഹോസ്റ്റ് ടു കം ആൻഡ് ഓപ്പൺ ദ ഡോർ. അന്നേരം നമ്മൾ ചില സമയത്ത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ട് പിസ്സ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വാതിൽ തുറക്കുമ്പോൾ ആ വ്യക്തി ഇവിടെ നിൽക്കുക, നമ്മുടെ കഥക തുറക്കേണ്ട യു സപ്പോസ് ടു മൂവ് എ ലിറ്റിൽ ബാക്ക്വേർഡ്സ്. ഈ ബിസിനസ് ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ഞാൻ നാണം കേട്ട് നമ്മുടെ ടോം ചാൻ ഇല്ലേ, ടോം ചാൻ അറിയാമല്ലോ, ബിസിനസ് വേർഡ്സ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു കുന്തോ അറിയത്തില്ല. നമ്മൾ ഈ ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടല്ലോ. ഇപ്പം ഞാനൊരു ദിവസം ഞാനും സേറയും കൂടെ ഇങ്ങനെ വണ്ടിയിൽ ടോം ചാൻ്റെ കൂടെ പോവാണ്. അപ്പം ഞാൻ ടെല്ലൊക്കെ തുടങ്ങി. എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു, ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ആ തുടങ്ങിയ സമയത്ത് ടോം ചാൻ ഫ്രണ്ടിൽ ഹൗ ഇസ് ദ ബിസിനസ് ഗോയിങ്? ഞാൻ പറഞ്ഞു ഗുഡ് ചേച്ചാ, ഗോയിങ് വെൽ. സോ ഡിഡ് യു മേക്ക് ബ്രേക്ക് ഈവൻ എന്ന് ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഞാൻ എൻ്റെ ദൈവമേ പുല്ല് എനിക്കറിയാൻ പാടില്ല എന്നെ കുന്നോ. ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു എപ്പോഴേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം അതൊക്കെ പണ്ട് ബ്രേക്കൊക്കെ എപ്പോഴേ അത് ഈവനാവുകയും ചെയ്തു. ഓ മൈ ഗോഡ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സേറ ജസ്റ്റ് പുഷ് പുൾ മീ ബാക്ക്. സത്യം പറ, നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമായിരുന്നു ബ്രേക്ക്? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു വെച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു അത് എന്നതായത് എന്ന സാധനം ആ ബ്രേക്ക്. പിന്നെ ഷീ എക്സ്പ്ലെയിൻ വാട്ട് ബ്രേക്ക് ഇവൻ ഇസ്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് തീർന്നെന്ന്. എൻ്റെ പൊന്നു അത് കഴിഞ്ഞിട്ട് പുള്ളി വേറെ ഏതോ ഒരു വേർഡ് ഇതുപോലെ കൊണ്ടുവന്നു. ഇത് ശരിയാവത്തില്ല, ഇതൊരു ശരിയാവത്തില്ല. കാരണം ഇങ്ങനെ പുള്ളിയോട് ഇരുന്ന് കഴിഞ്ഞാൽ യു ഗെറ്റ് ഫിയർ. സോ ദർ ആർ സോ മെനി വേർഡ്സ് ദാറ്റ് യു ഡോണ്ട് നോ. I'll tell you a story, a very funny story that happened to me when I was going to Bangalore. ഞാൻ ബാംഗ്ലൂർ പോവാണ്. ആൻഡ് ദർ വാസ് എ ഗേൾ സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ. ഭയങ്കര ഫങ്കി ആയിട്ട് ഹെയർ കളർ ചെയ്തിരിക്കുകയാണ്. ഹെയർ മുഴുവൻ വയലറ്റ് ആൻഡ് ഗ്രീൻ ആൻഡ് പല പല കളേഴ്സ് ഉണ്ട്. ഷീ ലുക്സ് ലൈക്ക് നമ്മുടെ മറ്റേ ഒരു പാരറ്റ് ഉണ്ടല്ലോ,
മറ്റേ അതുപോലെ ഇരിക്കും ഹെയർ കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ വെരി ക്യൂട്ട്. ഷീസ് വെയറിങ് എ ബം ഷോർട്സ്. എൻ്റെ അടുത്തിരിക്കുകയാണ്. നിന്റെ പൊന്നോ, എനിക്കാണെങ്കിൽ വിശന്നിട്ടിരിക്കുകയാണ്. ഷീസ് വിൻഡോ സീറ്റിലിരിക്കുകയാണ്, ഞാൻ അയൽ സീറ്റിലിരിക്കുകയാണ്. ഷീസ് ടേക്കിംഗ് ചിപ്സ്, ഷീസ് ടേക്കിംഗ് ജ്യൂസ്. എൻ്റെ മുന്നിലിരുന്ന് കഴിക്കുകയാണ്. ഞാനോർക്കും എൻ്റെ ദൈവമേ ഒന്നും ചോദിക്കാൻ മേലെ, വേണോ ചേച്ചി? അങ്ങനെ പോലും ചോദിക്കുന്നില്ല. ഉള്ളതെല്ലാം കയറ്റിക്കൊണ്ട് ലേസ് എടുത്ത് ഓരോ സാധനങ്ങൾ എടുത്ത് തിന്നുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൈയൊക്കെ നക്കി വടിച്ചതിന് ശേഷം പിന്നെ ബുക്ക് എടുത്ത് വായിക്കുന്നു. അങ്ങനെ ഭയങ്കര പരിപാടിയാണ്. ലൈറ്റ് ഓഫ് ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും ഉറക്കം വന്നു. 1 മണി 2 മണി അല്ല 12 മണിയാകുമ്പോൾ ഞാൻ കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തോളിന് ഭയങ്കര ഭാരം. ഞാൻ നോക്കിയപ്പോൾ ഇത് എൻ്റെ തോളത്ത് കിടക്കുക. ഞാൻ എനിക്ക് ചിപ്സും തന്നില്ല, ഇനി എൻ്റെ തോളും വേണമേ. ഞാൻ പോട്ടെ ഉറങ്ങട്ടെന്ന് കരുതി കുറച്ചേരം ഉറങ്ങി. ഞാനൊന്ന് കണ്ണിലോട്ട് മയക്കം വന്നപ്പോഴത്തേക്കും ഈ കൊച്ചെന്നെ ഇങ്ങനെ തോണ്ടി വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചിപ്സ് വല്ലതും തരാനായിരിക്കും. എന്താ ചോദിച്ചപ്പോൾ ഷീസ് ലൈക്ക് ഐ ഫീൽ ലൈക്ക് ബ്രിങ്ങിങ് അപ്പ്. ഞാൻ പറഞ്ഞു അതിനെന്താ ബ്രിങ് അപ്പ് ചെയ്തത്? ഞാൻ വിചാരിച്ചു ഇനി അവളുടെ ബാക്ക് പാക്കിനകത്തുനിന്ന് ഇനി ഇത്രയും നേരം ഒക്കെ എന്നോട് ചോദിക്കണ്ടായിരുന്നു, ഇനി വീണ്ടും കഴിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതി മര്യാദയ്ക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്രിങ് അപ്പ്. അന്നേരം ആ കൊച്ചിന് മനസ്സിലായി, എനിക്കിത് മനസ്സിലായില്ല. ഉടനെ പുള്ളിക്കാരി പറഞ്ഞു അത് ബ്രിങ് അപ്പ് ചെയ്യുന്നത്, ഡോണ്ട് ബ്രിങ് അപ്പ് ദാറ്റ് ഹിയർ. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ത്രോ അപ്പ് എന്ന് മാത്രമല്ല, ബ്രിങ് അപ്പ് എന്നൊരു വേർഡും വോമിറ്റിനുണ്ടെന്നുള്ളത്. ഈവൻ എ വേർഡ് ക്യാൻ ക്രിയേറ്റ് പുട്ട് യു ഇൻ ട്രബിൾ. There is another friend who asked me if shall I give you some hand me downs. എനിക്ക് അറിയത്തില്ല ഈ ഹാൻഡ് മി ഡൗൺസ് എന്തോന്ന്, ഞാൻ കേട്ടിട്ടില്ല ഇത്. നമ്മളോടൊക്കെ ഞാൻ ഉപയോഗിച്ച് 2 ചുരിദാർ ഇരുമ്പടെ തരട്ടെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഹാൻഡ് മി ഡൗൺസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോരട്ടെ 2 ബോക്സ്. അടുത്ത ദിവസം കൊണ്ട് 2 വലിയ ബോക്സിനകത്ത് അവൾ ഉപയോഗിച്ച ജീൻസും കുർത്തയും എല്ലാം. ഉപയോഗിച്ച തുണിക്കായിരുന്ന ഇത് പറയുന്നത്. So there are so many words. An English trainer, English user will always learn new things. And അത് ഭയങ്കര ചമ്മലാണ്. കാരണം നമുക്കെല്ലാം അറിയാവുന്നതാണ് എല്ലാവരും വിചാരിച്ചത്. There are so many things that I don't know even to this day. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയത്തില്ലേ. ലൈക്ക് നമ്മൾ വിചാരിക്കും ഈ ഭയങ്കര ഹൈ ഫാഷനായിട്ട് ഡ്രസ്സ് ചെയ്യുന്നവര് അവർക്കെല്ലാം അറിയാമെന്ന് പറയും. ഞാൻ ഒരു തവണ KFCയിൽ പോയി കൗണ്ടറിൽ നിൽക്കുകയാണ്. എൻ്റെ ഓർഡർ കൊടുത്തു. ഞാനത് എൻ്റെ വെയിറ്റ് ഇങ്ങനെ ചാരി നിൽക്കുക. അപ്പം ഒരു അമ്മയും കുട്ടി അവർ BMW വന്നിറങ്ങി. കുട്ടി ഭയങ്കര ഹൈ ഫാഷൻ, മറ്റേ കണ്ണാടിയൊക്കെ വെച്ചിട്ട് പ്രാഡയുടെ കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ മുടിയൊക്കെ ഫ്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഹാൻഡ് ബാഗൊക്കെ ഉണ്ട്, നല്ല സ്റ്റൈലായിട്ട് ക്യാറ്റ് വാക്കൊക്കെ ചെയ്ത് പുറകെ വരികയാണ്. അമ്മ ഒരു സാധാരണ സാരിയൊക്കെ കൊടുത്താണ് വരുന്നത്. ഓക്കെ, നേരെ വന്നു കൗണ്ടറിൽ ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ നോക്കുകയാണ്, കണ്ണാടിയൊക്കെ ഇങ്ങനെ പൊക്കിയൊക്കെ ഭയങ്കര ഫാഷനിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടൻ ചോദിച്ചു എന്താ വേണ്ടേ? ചേട്ടാ ഒരു ഷവർമ. KFCയിൽ വന്നിട്ട് ചേട്ടാ ഒരു ഷവർമ. അപ്പോൾ പുള്ളി ഭയങ്കര കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. ഷവർമ്മ ഇവിടെ ഇല്ല മാഡം, റാപ്പുണ്ട്. അത് തന്നെ. അപ്പം അമ്മ ബാക്കിൽ നിന്ന് എടി നീ അല്ലേടി പറഞ്ഞു ഇവിടെ ഷവർമ്മ ഉണ്ടെന്ന്. ഇത്രയും നേരം നമ്മൾ ഒരുപാട് പുതിയ വാക്കുകൾ പഠിക്കുന്ന അല്ല, പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചത് വളരെ കുറച്ചാണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. യെസ്, താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് 42 പോഡ്കാസ്റ്റർ. ഇറ്റ്സ് ബീൻ ആൻ ഓണർ ഹാവിങ് യു. താങ്ക് യു സോ മച്ച്. ഒരു ബിരിയാണി വാങ്ങിച്ചേരണേ.